നമസ്കാരം. പകൽ വാർത്തയിലേക്ക് സ്വാഗതം. സിദ്ധാർത്ഥന് നീതി തേടിയുള്ള സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരുകയാണ്. വിവിധ യുവജന സംഘടനകൾ ഇപ്പോൾ മാർച്ച് നടത്തുകയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക്. ഇതിന്റെ വിശദാംശങ്ങൾ പകൽ വാർത്തയിൽ ഉണ്ടായിരിക്കും. വന്യജീവി ആക്രമണങ്ങൾ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ഇപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ 4 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പകച്ചു നിൽക്കുകയാണ് കേരളം. അതിനിടയ്ക്കാണ് വനമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് മലയോര സംഘടനകൾ രംഗത്തെത്തിയിരിക്കുന്നത്. താമരശ്ശേരി ബിഷപ്പും ഇത്തരമൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. വനമന്ത്രി പതിവ് പോലെ ഇന്നും യോഗം വിളിക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ വിശദമായ റിപ്പോർട്ടുകൾ പകൽ വാർത്തയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ത്തിൽ പകച്ച് കേരളം.
ഇപ്പം കൊടുക്കും, എല്ലാവർക്കും ചേർത്ത് കൊടുക്കും. മറ്റൊരു പരിപാടി വിനോദ് രാവിലെ ഇവിടെ മുട്ടിട്ട് ഞാൻ പറഞ്ഞു. അതിശക്തമായ പ്രതിഷേധമാണ് സെക്രട്ടേറിയറ്റ് മുന്നിൽ. സെക്രട്ടേറിയറ്റ് മുന്നിൽ യൂത്ത് കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും KSUവിന്റെയും പ്രധാന നേതാക്കൾ നിരാഹാരം അനുഷ്ഠിച്ചു വരികയായിരുന്നു. കഴിഞ്ഞ 3 ദിവസമായി നിരാഹാര സമരം തുടരുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെയും ജെബി മേത്തർ MP-യുടെയും അലോഷ്യസ് സേവ്യറിന്റെയും. ഇതിനിടെയാണ് വിവിധ സംഘടനകൾ പ്രതിഷേധ മാർച്ച് നടത്തുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക്. കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി ഡാൻ കുര്യൻ ചേരുകയാണ്. ഡാൻ, ബാരിക്കേഡുകൾ ഭേദിക്കുവാനുള്ള ശ്രമമാണല്ലോ നടക്കുന്നത്. സംഘർഷഭരിതമായിരിക്കുകയല്ലേ സെക്രട്ടേറിയറ്റിന് മുൻവശം? Speaking with has put. ഹലോ ഹലോ ഇത് പോണേണോ? ഡാനിൻ്റെ ഡാൻ കേൾക്കാമോ? ആം ആദ്മി പാർട്ടിയുടെ പ്രകടനവുമുണ്ടല്ലോ സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക്. ഇപ്പോൾ ഏതെല്ലാം സംഘടനകൾ പ്രതിഷേധം നടത്തുന്നു സെക്രട്ടേറിയറ്റ് മുന്നിൽ? ഹലോ മുമ്പോട്ട് വെച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നോർത്ത് ഗേറ്റ് ചാടി അകത്തേക്ക് കടക്കുന്നതിന് വേണ്ടി പ്രവർത്തകർ നടത്തുന്ന ശ്രമം പോലീസ് ഇടപെട്ട് തടയുകയാണ്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക്, നോർത്ത് ഗേറ്റിനുള്ളിലേക്ക് പ്രവർത്തകർ കമ്പും വടിയും വലിച്ച് എറിയുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. മുതിർന്ന നേതാക്കൾ ഇടപെട്ട് അവിടെ പ്രതിഷേധിക്കുന്ന മുഴുവൻ പ്രവർത്തകരെയും പ്രധാന കവാടത്തിന് മുമ്പിൽ നിന്ന് മാറ്റുന്ന സാഹചര്യമാണ് നിലവിൽ മഞ്ജുഷ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് വിവിധ വനിതാ യുവജന സംഘടനകൾ പ്രതിഷേധ മാർച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഏത് സമയത്തും മാർച്ചുകൾ സംഘർഷഭരിതമാകുവാനാണ് സാധ്യത. CBI അന്വേഷണമില്ലാതെ പിന്മാറില്ല എന്ന് മഹിളാ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും നേതാക്കൾ ഇതിനകം തന്നെ വ്യക്തമാക്കിയതാണ്. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങൾ തുടരുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 3 മരണങ്ങളാണ് സംഭവിച്ചത്. പ്രധാനമായും കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലയെയും ഇടുക്കിയെയും അതുപോലെ തന്നെ തൃശ്ശൂരിൻ്റെ മലയോര പ്രദേശങ്ങളെയുമാണ് വന്യജീവി ആക്രമണം കൂടുതലായിട്ടും ബാധിച്ചിരിക്കുന്നത്. വിവിധ സ്ഥലങ്ങളിൽ ഇതിനെതിരെ പ്രതിഷേധം ശക്തമാണ്. ശക്തമായ നടപടി വേണം വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് എന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. പക്ഷേ ഏതാനും യോഗങ്ങളല്ലാതെ മറ്റൊന്നും ചെയ്യുവാനായിട്ട് വനംവകുപ്പിന് കഴിയുന്നുമില്ല. വനമന്ത്രി രാജിവെക്കണം എന്ന അതിശക്തമായ ആവശ്യം ഇന്ന് താമരശ്ശേരി രൂപത മുന്നോട്ട് വെച്ചിരുന്നു. താമരശ്ശേരി ബിഷപ്പ് ഇക്കാര്യം പറയുകയും ചെയ്തു. ഭരിക്കാൻ അറിയില്ലെങ്കിൽ വനമന്ത്രി ഇറങ്ങിപ്പോവുകയാണ് വേണ്ടത് എന്ന് താമരശ്ശേരി രൂപത പറഞ്ഞിട്ടുമുണ്ട്. ഭീതി വിധിച്ച് കാട്ടാനകൾ ഇപ്പോൾ നാട്ടിലേക്ക് ഇറങ്ങുകയാണ്. അതുപോലെ തന്നെയാണ് കാട്ടുപോത്തിന്റെ ആക്രമണം നടക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് എബ്രഹാം എന്നയാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടത് കോഴിക്കോട് കക്കയത്ത്. അവിടെയും ഇന്ന് പ്രതിഷേധമുണ്ട്. പോസ്റ്റ്മോർട്ടം നടത്താൻ അനുവദിക്കുകയില്ല എന്ന് ജനങ്ങൾ ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട്. 50 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരമാണ് ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് ഇന്ന് മഞ്ചേരിയിൽ ഓട്ടോയ്ക്ക് മുന്നിൽ കാട്ടുപോത്ത് ചാടി ഒരു അപകടം നടക്കുകയും ഒരാൾ മരിക്കുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസം നേര്യമംഗലത്ത് ഒരു വീട്ടമ്മയ്ക്ക് ദാരുണമായ അന്ത്യം സംഭവിച്ചതാണ്. ഇതും കണ്ടതാണ്. അതുകൂടാതെയാണ് അതിരപ്പള്ളിക്ക് സമീപം ഇന്നലെ ഒരു മരണം കൂടി സംഭവിച്ചത്. അങ്ങനെ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 3 മരണവും 2 ദിവസത്തിനുള്ളിൽ 4 മരണവുമാണ് വന്യജീവി ആക്രമണങ്ങൾ കാരണം സംഭവിച്ചത്. ആദ്യം കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ഇപ്പോൾ ഈ കക്കയത്തെ മരണമുണ്ടല്ലോ, ഇതിലിപ്പോൾ ഏതെല്ലാം രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നുണ്ട് കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിൽ? സമരം സിന്ദാബാദ്.
രണ്ട് തരത്തിലുള്ള പ്രതിഷേധമാണ്. ഒന്ന് കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിലും മറ്റൊന്ന് കക്കയത്താണ്. കക്കയം ഫോറസ്റ്റ് സ്റ്റേഷന് മുമ്പിലാണ് ഇപ്പോൾ നാട്ടുകാർ സംഘടിച്ചിരിക്കുന്നത്. 2 റൗണ്ട് ഈ കർഷകർ ഉന്നയിച്ച ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നെങ്കിലും ആ ചർച്ചകൾ പരാജയപ്പെട്ട സാഹചര്യത്തിൽ സമരം ശക്തമാക്കാൻ തന്നെയാണ് നാട്ടുകാരുടെ തീരുമാനം. അവർ ഈ ഫോറസ്റ്റ് സ്റ്റേഷന് മുന്നിലേക്ക് സംഘടിച്ച് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച, അവർ മുദ്രാവാക്യ വിളികളുമായി ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. കർഷകനെ ജീവിക്കാൻ അനുവദിക്കുക, കർഷകന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക. പ്രതിഷേധ സമരം സിന്ദാബാദ്, കർഷക ഐക്യം സിന്ദാബാദ്. നമുക്കിപ്പോൾ എന്തായാലും ഈ സമര സമിതി തന്നെയുണ്ട്. ചർച്ചകൾ 2 വട്ടം നടത്തി പരാജയപ്പെട്ടു. എന്താണ് നിങ്ങളുടെ ഇനി അടുത്ത പദ്ധതി? അടുത്ത പദ്ധതിയല്ല, ആദ്യം ചർച്ച പരാജയപ്പെട്ട കാര്യം പറയാം. ചർച്ച പരാജയപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപയാണ് ഒരു കുടുംബത്തിന് വന്യജീവി ആക്രമണം സംഭവിച്ചു കഴിഞ്ഞാൽ നഷ്ടപരിഹാരമായിട്ട് കൊടുക്കുന്നത്. ആ 10 ലക്ഷം രൂപ ഒരു നക്കാപ്പിച്ച കാശ് വാങ്ങുന്നതിന് തുല്യമായിട്ട് ഇതൊരു ധാർഷ്ട്യ നിലപാടാണ് കലക്ടറും DFIയും കോഴിക്കോട് സ്വീകരിച്ചത്. 10 ലക്ഷം രൂപയിൽ 5 ലക്ഷം രൂപ ഇന്ന് കൊടുക്കാമെന്നുള്ളത്, ബാക്കി ഫാമിലി സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കാമെന്നുള്ളതാണ് ഇന്നവിടെ പറഞ്ഞിട്ടുള്ളതെന്നാണ് അറിയാൻ സാധിച്ചത്. ഒരു മനുഷ്യന്റെ ജീവന്റെ വില എന്ന് പറയുന്നത് കേവലം 10 ലക്ഷം രൂപയല്ല. ഞങ്ങളുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് 50 ലക്ഷം രൂപ ആ കുടുംബത്തിന് നൽകണമെന്നും 10 ലക്ഷം രൂപ ഇന്ന് കാശായിട്ട് കുടുംബത്തിന് ഇന്ന് റെഡിയായിട്ട് കൊടുക്കണമെന്നുള്ളതും ബാക്കി വരുന്ന തുക അതിന് കൃത്യമായിട്ടുള്ള ഒരു ഉറപ്പ് നൽകണമെന്നുള്ളതാണ്. ഒപ്പം തന്നെ ആ കുടുംബത്തിന് പിന്നെ ഒരു വിധവയാക്കപ്പെട്ട സ്ത്രീ എന്ന് പറയുന്നത് ഹാർട്ട് പേഷ്യൻ്റാണ്. ആ ഹാർട്ട് പേഷ്യൻ്റ് ആയിട്ടുള്ള ആ ലേഡി അവരുടെ ഭാവി കാലത്തേക്കുള്ള ചികിത്സാ ചെലവടക്കം കാര്യങ്ങൾ ഗവൺമെൻറ് ഏറ്റെടുക്കണം. ഒപ്പം തന്നെ ആ 3 മക്കളാണുള്ളത്. കക്കയത്തെ പള്ളി ഇടവക പള്ളിയും അവിടുത്തെ നാട്ടുകാരും ചേർന്നിട്ട് പിരിവെടുത്തിട്ടാണ് ആ കുടുംബത്തിനൊരു വീട് വെച്ചു കൊടുത്തത്. ആ വീട് നാട്ടുകാർ വെച്ചു കൊടുത്ത ആ വീട്ടിലാണ് ആ കുടുംബം താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിൽ 3 മക്കളാണുള്ളത്. 2 ആൺകുട്ടികളും 1 പെൺകുട്ടിയാണുള്ളത്. ആ കുടുംബത്തിൽ ഒരാൾക്ക് ഒരു ജോലി സർക്കാർ ലെവലിലുള്ള ഒരു ജോലി ഉറപ്പാക്കുക എന്നുള്ളതാണ്. നിലവിൽ വയനാട്ടിൽ മറ്റ് ഇടുക്കി അടക്കമുള്ള സ്ഥലങ്ങളിൽ വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടായ സമയത്ത് സർക്കാരിന്റെ ഭാഗത്തുനിന്നും കളക്ടർ ഭാഗത്തുനിന്നും ചേംബറിലേക്ക് വിളിക്കുകയും അവിടെ സർവകക്ഷി യോഗങ്ങൾ ചേരുകയും സർക്കാരിലേക്ക് ശുപാർശ ചെയ്യും എന്ന് മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. ഇത് ശുപാർശയിൽ ഒതുങ്ങുന്ന ഒരു വിഷയമല്ല. ശുപാർശ മാത്രം പോരാ, കൃത്യമായിട്ട് ഞങ്ങൾക്ക് കിട്ടേണ്ടത് അവകാശമാണ്. ഈ അവകാശം ആ കുടുംബത്തിന് കിട്ടണം. ആ കുടുംബത്തിന് മാത്രമല്ല വിഷയം, ഈ കുരാച്ചുണ്ട് ഗ്രാമപഞ്ചായത്ത് പരിധി, അതേപോലെ തന്നെ തൊട്ടടുത്ത മലബാർ വന്യജീവി സംഘത്തോട് അതിർത്തി പങ്കിടുന്ന മുഴുവൻ പഞ്ചായത്തുകളിലും ഈ വന്യജീവി ആക്രമണങ്ങൾ നിരന്തരമായി കൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു ശാശ്വതമായ പരിഹാരത്തിലേക്ക് എത്തുവാൻ ഭരണകൂടം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അതിന് തയ്യാറാവണമെന്നുള്ളതാണ് ഇതിന്റെ അകത്തുള്ള ആവശ്യം. ഈ സമരക്കാര് ഇപ്പോൾ കോഴിക്കോടുള്ള ആളുകൾ കൂടി ഇങ്ങോട്ട് വരാൻ പോവുകയാണ്. ഇതൊരു സമര കേന്ദ്രമായി മാറാൻ പോവുകയാണ്. എന്താണ് അടുത്ത ആലോചന? തീർച്ചയായും ഇന്ന് ഞങ്ങൾ ബോഡി അവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഈ ബോഡി സൂക്ഷിച്ചിരിക്കുന്നത്. ആ ബോഡി അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉചിതമായ തീരുമാനം ഉണ്ടാവുമെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ ആ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് അവിടുന്ന് വിലാപയാത്രയായിട്ട് കുരാച്ചുണ്ടിലേക്ക് കൊണ്ടുവന്ന് കക്കയത്ത് മറവ് ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങൾ ഇന്നലെ തീരുമാനിച്ച കാര്യങ്ങൾ. പക്ഷേ ഇന്ന് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ കർഷക വിരുദ്ധമായതുകൊണ്ട് തന്നെ ആ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാനോ ഇൻക്വസ്റ്റ് നടത്താനോ ഞങ്ങൾ ആരും ഒരിക്കലും തയ്യാറല്ല. അതുകൊണ്ട് തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്തുള്ള മുഴുവൻ ആളുകളും വരും മണിക്കൂറുകൾക്കുള്ളിൽ ഇവിടെ എത്തിച്ചേരും. ഒപ്പം തന്നെ മതപുരോഹിതരും മറ്റ് സംഘടനാ നേതാക്കളും ഒക്കെ തന്നെ ഇവിടെ എത്തിച്ചേരാനുള്ള തീരുമാനത്തിലാണ് എത്തിയിരിക്കുന്നത്. ഇതൊരു സമരകേന്ദ്രമായി മാറും. മഞ്ജുഷ്, ഇതാണ് ഈ കക്കയം ഫോറസ്റ്റ് സ്റ്റേഷന് മുൻവശമാണിപ്പോൾ നമ്മളുള്ളത്. രാവിലെ മുതൽ തന്നെ ആളുകൾ ചെറിയ തോതിൽ വന്നിരുന്നു. അതിനുശേഷം നാട്ടുകാർ പൂർണ്ണമായും ഇങ്ങോട്ട് വരുന്ന കാഴ്ചയാണ്. കോഴിക്കോട് നിന്നും ഇന്ന് പോസ്റ്റ്മോർട്ടം നടക്കാത്ത സാഹചര്യത്തിൽ സംസ്കാര ചടങ്ങുകൾക്കിനി ഇന്ന് സമയമില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് അനന്തര നടപടിക്രമങ്ങൾ നടക്കുമെന്ന് നമുക്ക് കരുതാനും കഴിയില്ല. ആളുകൾ പൂർണ്ണമായും ഇങ്ങോട്ട് സംഘടിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ മത മേലധ്യക്ഷന്മാരും മത പുരോഹിതന്മാരും അടക്കമുള്ള ശരി അനീഷ്, കക്കയത്ത് നിന്നുള്ള വിവരങ്ങളാണ് MS അനീഷ് കുമാർ നൽകിയത്. സമാന രീതിയിലുള്ള പ്രതിഷേധം കോഴിക്കോട് നടക്കുന്നുണ്ട്. കോഴിക്കോട് നിന്ന് വിനേഷ് കൂടി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി. വിനേഷ്, കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിലും സമരമുണ്ടായിരുന്നുവല്ലോ. ഏതെങ്കിലും രീതിയിലുള്ള ചർച്ചകൾ അവിടെ ഫലം കാണുകയുണ്ടായോ? എന്താണ് കോഴിക്കോട് നൽകാൻ കഴിയുന്ന വിവരം? മഞ്ജുഷ്, ഇത് സംബന്ധിച്ച് നടന്ന ചർച്ച പരാജയപ്പെട്ടു. കാരണം ആദ്യഘട്ടം ചർച്ച നടത്തിയതിൽ 3 പ്രധാന കാര്യങ്ങളായിരുന്നു ഈ കർഷക സംഘടനകളും അതുപോലെ തന്നെ UDF മുന്നോട്ട് വെച്ചത്. അതിൽ ഒരു കാര്യം ഇതായിരുന്നു, അതായത് ഈ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അബ്രഹാമിന്റെ കുടുംബത്തിന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുക എന്നുള്ളതായിരുന്നു ഒന്ന്. മറ്റൊന്ന്, ഇയാളുടെ കുടുംബത്തിലുള്ള ഒരാൾക്ക് സർക്കാർ ജോലി കൊടുക്കുക എന്നുള്ളതാണ്. മറ്റൊന്നാവട്ടെ, ഈ കാട്ടുപോത്തിന്റെ ഈ കർഷകനെ ആക്രമിച്ച കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളതായിരുന്നു. ഈ 3 കാര്യവും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണ് കലക്ടർ പറഞ്ഞത്. അതിനുശേഷം
12 മണിയോടുകൂടി വീണ്ടും കലക്ടറുടെയും സി സി എഫിൻ്റെയും സാന്നിധ്യത്തിൽ സമരസമിതി പ്രവർത്തകരുമായി ചർച്ച നടത്താൻ തീരുമാനിച്ചെങ്കിലും ഇതിൽ കൂടുതൽ ഒരു തീരുമാനത്തിലേക്ക് ഇനി ചർച്ച നടത്തിയാലും ഉണ്ടാവില്ല എന്ന് വീണ്ടും കലക്ടർ അറിയിച്ചതിനെ തുടർന്ന് ഇതും നടക്കാതെ പോയി. ഇതേ തുടർന്നാണ് ആളുകൾ സംഘടിച്ച് കർഷകരും അതുപോലെ തന്നെ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺ കുമാറിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ മുദ്രാവാക്യം വിളികളോടുകൂടി ഇവിടെ റോഡിൽ കുത്തിയിരുന്നു. ഏകദേശം 15-20 മിനിറ്റോളം നേരം റോഡ് പൂർണ്ണമായും ഗതാഗതം സ്തംഭിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അവസാനം പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഉണ്ടായത്. കർഷക സംഘടനകളും മറ്റും തന്നെ കർഷക സംഘടനകളും UDF പ്രവർത്തകരെ എല്ലാം തന്നെ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഇനിയുള്ള നടപടിക്രമങ്ങൾ, അതായത് ഈ പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് പോകുന്നതും അതുപോലെ തന്നെ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം നടപടിയും അനുവദിക്കില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ്. കാരണം തങ്ങൾ ആവശ്യപ്പെടുന്ന 3 ഡിമാൻഡിൽ നിന്ന് 2 കാര്യത്തിലേക്ക് പിന്നോക്കം പോകാൻ ഇവർ തയ്യാറായിട്ടുണ്ട്. അതിലൊന്ന് ഉറച്ചു നിൽക്കുന്നുണ്ട്. അതായത് ഈ കാട്ടുപോത്തിനെ, അതായത് ഈ അക്രമകാരിയായ കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലുക എന്നുള്ള ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായി അവർ പറയുന്നുണ്ട്. അതിൽ നിന്ന് മാറില്ല. കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിടുന്നത് വരെ തങ്ങൾ സമരപരിപാടികളുമായി പോകും. എന്തായാലും മോർച്ചറിയിലാണ് ഇപ്പോൾ ഈ അബ്രഹാമിന്റെ മൃതദേഹമുള്ളത്. ഇൻക്വസ്റ്റ് നടപടികൾ രാവിലെ 7:15 ആരംഭിക്കാനുണ്ടായിരുന്നു. പക്ഷേ ഒരു തരത്തിലുള്ള ചർച്ചകളും ഇതുവരെ ഫലം കണ്ടിട്ടില്ല. ഞെട്ടിക്കുന്ന കണക്കുകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വന്യജീവി ആക്രമണങ്ങളിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, അത് പ്രധാനമായും വയനാട്, ഇടുക്കി, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലാണ്. ഈ ഭാഗങ്ങളിൽ ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുകയാണ്. പക്ഷേ ഒരു തരത്തിലുള്ള പ്രതിരോധ മാർഗങ്ങളും സ്വീകരിക്കാൻ സംസ്ഥാന വനം വകുപ്പിന് കഴിയുന്നില്ല. വനം മന്ത്രി നിസ്സംഗമായ ഒരു നിലപാടാണ് സ്വീകരിച്ചു വരുന്നത്. എപ്പോഴും ചില യോഗങ്ങൾ വിളിക്കുന്നു എന്നല്ലാതെ, കുറച്ച് റിപ്പോർട്ടുകൾ വാങ്ങി സൂക്ഷിക്കുന്നു എന്നല്ലാതെ ഒന്നും ചെയ്യുവാൻ വനം മന്ത്രിക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് വനം മന്ത്രി രാജിവെക്കണം എന്ന ആവശ്യം ശക്തമായി ഉന്നയിക്കുകയാണ് പ്രതിപക്ഷ സംഘടനകൾ. അതുപോലെ തന്നെ താമരശ്ശേരി ബിഷപ്പ് രണ്ടാമതാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ ഒരു വന്യജീവി ആക്രമണം ഉണ്ടായി, ഒരു മരണം സംഭവിച്ച സമയത്തും താമരശ്ശേരി രൂപത അതിശക്തമായി ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോഴും താമരശ്ശേരി രൂപത ഈ ആവശ്യം ഉന്നയിക്കുകയാണ്. വനം മന്ത്രിക്ക് ഭരിക്കാൻ അറിയില്ലെങ്കിൽ വീട്ടിൽ പോയി ഇരിക്കട്ടെ എന്ന നിലപാട് താമരശ്ശേരി രൂപതയ്ക്ക് ഉള്ളത്. എന്തൊക്കെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ? ഇതിന്റെ ചില കണക്കുകൾ നൽകുന്നതിന് വേണ്ടി MG മിഥുൻ കൂടി ചേരുകയാണ്. മിഥുൻ, എന്തൊക്കെയാണ് ആ ഞെട്ടിക്കുന്ന കണക്കുകൾ? എത്ര ആക്രമണങ്ങൾ വന്യജീവികളുടെ ഉണ്ടായിട്ടുണ്ട്? അതിൽ എത്ര മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നു? മനുഷ്യ അതിസങ്കീർണമായ സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലവിലുള്ളത്. കഴിഞ്ഞ 3 ആഴ്ചത്തെ കണക്കുകൾ മാത്രം നോക്കുമ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തുവരുന്നത്. ഏകദേശം 8ഓളം പേരാണ് വന്യജീവി ആക്രമണത്തിൽ മരണപ്പെട്ടിരിക്കുന്നത്. അതായത് ഫെബ്രുവരി 13-നാണ് ആദ്യ ആക്രമണം ഉണ്ടാകുന്നത്. കാട്ടാന ആക്രമണത്തിൽ വെള്ളച്ചാലിലെ പോളിന് അപകടം പറ്റുന്നു. അതായത് അദ്ദേഹം കുറുവ ദ്വീപിലെ വനംവകുപ്പിന്റെ വാച്ചർ കൂടിയായിരുന്നു. അദ്ദേഹത്തെ കാട്ടാനെ ആക്രമിക്കുകയായിരുന്നു ഫെബ്രുവരി 13-ന്. അതിനുശേഷം 3 ദിവസത്തിന് ശേഷം അദ്ദേഹം മരണപ്പെടുകയായിരുന്നു. ഫെബ്രുവരി 16-നായിരുന്നു ആ സംഭവം ഉണ്ടാകുന്നത്. തൊട്ടടുത്ത ദിവസം, അതായത് 2 ദിവസത്തിന് ശേഷം ഫെബ്രുവരി 18-ന് ബേലൂർ മഗ്നയുടെ ആക്രമണത്തിൽ അജീഷ് എന്ന ആൾ മരണപ്പെടുന്നു. അതായത് ബേലൂർ മഗ്ന കർണാടകയിൽ നിന്ന് പിടികൂടുന്ന ആനയായിരുന്നു. ഈ ഒരു മോഴയാനയായിരുന്നു. അതിനുശേഷം കേരള അതിർത്തിയിലേക്ക് തുറന്നു വരികയും ചെയ്തു. പിന്നീട് കർണാടക വനം വകുപ്പ് കൃത്യമായ രീതിയിൽ തന്നെ ഇൻഫർമേഷൻ പാസ് ചെയ്തിരുന്നു വനംവകുപ്പിന്, നമ്മുടെ വനം വകുപ്പിന് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ അതിൽ ഏതെങ്കിലും തരത്തിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിട്ടുള്ളൂ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല. പക്ഷേ ആ ആനയുടെ ആക്രമണത്തിൽ ആ ദൃശ്യങ്ങളൊക്കെ വലിയ രീതിയിൽ ഭയപ്പെടുന്നത് തന്നെയായിരുന്നു. അങ്ങനെയാണ് അജീഷ് കൊല്ലപ്പെടുന്നത്. പിന്നീട് അടുത്ത ആക്രമണം നടക്കുന്നത് ഫെബ്രുവരി 26-നായിരുന്നു. അത് ഇടുക്കിയിലെ മൂന്നാറിലായിരുന്നു. കാട്ടാന ആക്രമണത്തിൽ കന്നിമന എസ്റ്റേറ്റ് സ്വദേശി മണി കൊല്ലപ്പെടുന്നു. മണിക്കൊപ്പം ഉണ്ടായിരുന്ന 2 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഇവരിപ്പോഴും ചികിത്സയിൽ തുടരുന്നു എന്നുള്ളത് തന്നെയാണ്. പിന്നീട് തൊട്ട അടുത്ത ദിവസം, അതായത് ഫെബ്രുവരി 27-ന് മൂന്നാറിൽ തന്നെ കാട്ടാന ആക്രമണത്തിൽ ഓട്ടോ ഡ്രൈവർ ആയിട്ടുള്ള സുമേഷ് മരണപ്പെടുന്നു. അതായത് സുമേഷ് യാത്രക്കാരുമായി സഞ്ചരിക്കുന്ന വേളയിൽ കാട്ടാന റോഡിന് നടുക്കിലേക്ക് വരുന്നു. സുമേഷിനെ തൂക്കിയെടുത്ത് റോഡിൽ അടിക്കുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുകയും ചെയ്തത്. അത്തരത്തിൽ ഭയാനകരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഇടുക്കി ജില്ലയിലെ പല മേഖലകളും മാറുന്നു എന്നുള്ളത് തന്നെയാണ്. അവിടെ നിന്ന് കഴിഞ്ഞ 1 മാസത്തിനിടെ 5 പേർ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഔദ്യോഗികമായി സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്ന കണക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് ഉള്ള കണക്കുകൾ നോക്കുമ്പോൾ മാർച്ച് 4-നാണ്, അതായത് കഴിഞ്ഞ ദിവസം മാർച്ച് 4-ന് അടിമാലിയിൽ കാട്ടാനാക്രമണത്തിൽ വീട്ടമ്മയായിട്ടുള്ള ഇന്നലെ മരിക്കുന്നു. കോതമംഗലത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ നമ്മൾ കാണുകയും ചെയ്തതാണ്. അതിനുശേഷമാണ് ഇന്നലെ 2 മരണം സംഭവിക്കുന്നത്. അതായത് ഒന്ന് കോഴിക്കോട് കക്കയത്തും ഒന്ന് തൃശൂർ അതിരപ്പള്ളിയിലുമാണ് ആ സംഭവം ഉണ്ടായത്. കോഴിക്കോട് കക്കയത്താകത്തെ കാട്ടുപോത്ത് ആക്രമണത്തിൽ അബ്രഹാം മരിക്കുന്നു.
അതേ ദിവസം തന്നെ കാട്ടാന ആക്രമണത്തിൽ വത്സല മരണപ്പെടുന്നു എന്നുള്ളതാണ്. അതായത് മഞ്ഞക്കൊമ്പനാണ് ഈ വത്സലയെ ആക്രമിച്ചിരിക്കുന്നത് എന്നുള്ളത് ഒരു ഔദ്യോഗിക സ്ഥിരീകരണമില്ല എങ്കിൽ പോലും തന്നെ മഞ്ഞക്കൊമ്പനാണ് വത്സലയെ ആക്രമിച്ചതെന്നുള്ള വിവരമാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്തത്. അതായത് വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ ആദിവാസി സ്ത്രീയാണ് വത്സല. അവിടുത്തെ ഊരുമൂപ്പൻ കൂടിയായിട്ടുള്ള രാജന്റെ ഭാര്യയാണ്. അവർ അതിദാരുണമായി കൊല്ലപ്പെടുകയും ചെയ്യുന്നു. അതിനുശേഷം നിരവധി റിപ്പോർട്ടുകൾ പുറത്തുവരികയും ചെയ്തു. നമുക്കറിയാം കഴിഞ്ഞ 5 വർഷത്തിനിടെ നിയമസഭയിൽ വനമന്ത്രി AK ശശീന്ദ്രൻ രേഖാമൂലം സമർപ്പിച്ചിട്ടുള്ള കണക്കുകൾ പ്രകാരം കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 638 പേർ വന്യമൃഗ ആക്രമണത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് പുറത്തു വരികയും ചെയ്യുന്നത്. അത് അത്തരത്തിലുള്ള അതിസങ്കീർണമായ സ്ഥിതിവിശേഷത്തിലൂടെ സംസ്ഥാനം കടന്നുപോവുകയും ചെയ്യുന്നു. നമുക്കറിയാം പരിസ്ഥിതി പ്രവർത്തകർ അടക്കം ഇതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം മാധവ് ഗാഡ്ഗിൽ അടക്കം ഇതുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ നിരത്തിക്കൊണ്ട് അദ്ദേഹം ഒരു കാര്യം പറയുകയുണ്ടായിരുന്നു. അതായത് നിലവിൽ കേന്ദ്ര സർക്കാരിനോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനോ കാടുകളിൽ എത്രത്തോളം വന്യമൃഗങ്ങളുണ്ട്, അതായത് അത് കാട്ടാനയാകട്ടെ അല്ലെങ്കിൽ കടുവയാകട്ടെ പുലിയാകട്ടെ കാട്ടുപോത്താകട്ടെ അല്ലെങ്കിൽ കരടിയാകട്ടെ, ഇങ്ങനെയുള്ള വന്യമൃഗങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ കൃത്യമായ കണക്കുകൾ കേന്ദ്ര സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെയോ ഭാഗത്തില്ല. അതുകൊണ്ട് തന്നെ ഇവയെ വേട്ടയാടി പിടിക്കുന്നതിന് വേണ്ടിയുള്ള അനുമതി നൽകണം. കൂടുതൽ നരഭോജികളായി മാറുന്ന മൃഗങ്ങളെ കൊല്ലുവാനുള്ള നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും നിയമനിർമ്മാണം അടക്കം നടത്തി അതിനുവേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുള്ള ആവശ്യമാണ് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നാട്ടുകാരും വലിയ ആശങ്കയിലാണുള്ളത്. മഞ്ജുഷ്, ശരിയാണ്. ഇതിനെന്തായാലും 1 മാസത്തെ കണക്കുകൾ പോലും ഞെട്ടിപ്പിക്കുന്നതാണ്. വന്യജീവി ആക്രമണങ്ങളിൽ നിരവധി ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് അതിരപ്പള്ളിയിൽ വത്സലയുടെ ജീവൻ നഷ്ടമായത്. ഊരുമൂപ്പന്റെ ഭാര്യയായിരുന്നു വത്സലയുടെ ജീവൻ നഷ്ടമായി. ഇതിനെതിരെ കരിദിനം ആചരിക്കുകയാണ് UDF ഈ പ്രദേശത്ത്. കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, ഇത് ഈ ഒരു മഞ്ഞക്കൊമ്പനാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നാണല്ലോ. എന്താണിപ്പോൾ ആ പ്രദേശത്ത് നിന്ന് നൽകാൻ കഴിയുന്ന വിവരം? എന്താണ് ജനങ്ങൾ പറയുന്നത്? ഏത് രീതിയിൽ ഈ വന്യജീവി ആക്രമണത്തെ പ്രതിരോധിക്കുവാനുള്ള നടപടി അതെന്തെങ്കിലും ഉണ്ട് എങ്കിൽ ചെയ്യുന്നുണ്ടോ വനംവകുപ്പ്? മഞ്ജുഷ, വല്ലാത്തൊരു ഭീതി ഈ മേഖലയിലെല്ലാം തന്നെയുണ്ട്. കാരണം നേരത്തെ തന്നെയും അതിരപ്പള്ളി മേഖലകളിൽ വ്യാപകമായിട്ട് തന്നെ വന്യമൃഗങ്ങൾ ഇറങ്ങുന്നു, ജനവാസ മേഖലകളിലേക്ക് എത്തുന്നു എന്ന് ജനങ്ങൾ പലതവണ ചൂണ്ടിക്കാണിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിരപ്പള്ളി പ്ലാന്റേഷൻ മേഖലയിൽ പുലിയെ കണ്ടതായും നാട്ടുകാർ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനെങ്ങനെ പ്രതിരോധിക്കും എന്ന കാര്യത്തിൽ വനം വകുപ്പിനടക്കം കൃത്യമായ ഒരു പദ്ധതികളില്ല എന്നതാണ് ഇതിൽ മനസ്സിലാകുന്നത്. കാരണം പല മേഖലകളിലും തന്നെയും കാട് ഇറങ്ങി വരുന്ന ഈ കാട്ടാന പോലുള്ള മൃഗങ്ങൾ ഇതിനെ ഏത് വിധേനയാണ് തുരത്തേണ്ടതെന്നതടക്കം കൃത്യമായൊരു പ്ലാനിംഗ് ഇല്ല. പക്ഷേ അതേസമയം തന്നെയും ഇനി ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നതിനെതിരെ പ്രതിഷേധം വളരെ ശക്തമാണ്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസമുണ്ടായ കാട്ടാന ആക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൂടുതൽ പ്രതിഷേധത്തിന് അത് കാരണമായിട്ടുണ്ട്. ഈ മേഖലയിൽ ഫെൻസിംഗ് നടത്തണം, വളരെ അടിയന്തരമായി ഫെൻസിംഗ് നടത്തണമെന്നതാണ് പ്രധാനമായും ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. അല്ലായെങ്കിൽ ഇത്തരം വന്യജീവികൾ ജനവാസ മേഖലകളിലേക്കുള്ള കടന്നു കയറ്റം വളരെയധികം കൂടുതലാകും. അതുകൊണ്ട് കൃത്യമായ രീതിയിൽ ഫെൻസിങ്, നിരീക്ഷണ ക്യാമറകൾ ഇത് അടക്കം തന്നെ സ്ഥാപിക്കുകയും വേണം. അതോടൊപ്പം ഈ ഒരു വാച്ചിങ് എന്ന രീതിയിൽ തന്നെ നൈറ്റ് വാച്ചിങ് എന്ന രീതിയിൽ അടക്കമുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്നെല്ലാം ആവശ്യപ്പെടുന്നു. നാളെ അവിടെ DFOയുടെയും അതോടൊപ്പം തന്നെ മറ്റ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും എല്ലാം തന്നെ ഒരു സംയുക്ത യോഗം ഈ മേഖലയിൽ നടക്കുകയാണ്. അതിൽ ഈ പദ്ധതികൾ കൃത്യമായി അവതരിപ്പിക്കുക, ഇനി അങ്ങോട്ട് കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന നിർദ്ദേശമാണ് എല്ലാവരും തന്നെ മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്നലെ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വത്സലയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് സംസ്കരിച്ചു. വനം വകുപ്പ് പ്രഖ്യാപിച്ച 10 ലക്ഷം രൂപയിൽ 5 ലക്ഷം രൂപയുടെ ആദ്യ ഗഡുവ് ഇവരുടെ കുടുംബത്തിന് കൈമാറിയിട്ടുമുണ്ട്. എന്തായാലും ഈ മേഖലയിലെല്ലാം തന്നെ പ്രതിഷേധം വളരെ ശക്തമായിട്ട് തന്നെ തുടരുന്നു. ഇന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അവിടെ കരിദിനം ആചരിക്കുകയും ചെയ്തിട്ടുണ്ട്. വിനോദസഞ്ചാര മേഖലയാണ്, പക്ഷേ ഇന്ന് അവിടേക്ക് വിനോദസഞ്ചാരികൾക്ക് നിയന്ത്രണമടക്കം ഏർപ്പെടുത്തിയിരുന്നു. ഇവിടങ്ങളിലെല്ലാം തന്നെ നിരീക്ഷണം ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. അതിനിടെയാണ് ചാലക്കുടി അതിരപ്പള്ളി റോഡിൽ കാട്ടാനകൾ വിലസുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുള്ളത്. അതിനാൽ തന്നെ വിനോദസഞ്ചാര മേഖലയിൽ നിയന്ത്രണങ്ങൾ ഇപ്പോൾ കർശനമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ UDFന്റെ പ്രതിഷേധമാണ്. അതിരപ്പള്ളിക്ക് സമീപമാണ് UDF ഇങ്ങനെ കരിദിനം ആചരിച്ചുകൊണ്ട് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. കാട്ടാനകൾ റോഡിൽ നിലയുറപ്പിച്ചിരിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വരികയാണ്. ഇവിടെ ഈ പ്രതിഷേധം നടക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്താണ് ഇന്നലെ വത്സല എന്ന സ്ത്രീ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്.
വിവിധ സ്ഥലങ്ങളിൽ യോഗങ്ങൾ ചേരുന്നുണ്ട് വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ. അതിൽ പ്രധാനമായ ഒന്ന് ഇന്ന് ഇടുക്കി ജില്ലയിലായിരുന്നു. ഇടുക്കിയിൽ കഴിഞ്ഞ ദിവസമാണ്, നേര്യമംഗലത്ത് കഴിഞ്ഞ ദിവസമാണ് ഇന്ദിര എന്ന സ്ത്രീ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇതിനുശേഷം വലിയ പ്രതിഷേധം കോതമംഗലത്ത് കണ്ടതാണ്. ഇപ്പോൾ വന്യജീവി ആക്രമണങ്ങൾ തടയുന്നതിന് വേണ്ടി അതിന്റെ ശ്രമഫലമായിട്ടാണ് മൂന്നാറിൽ ഒരു യോഗം വിളിച്ചു ചേർത്തത്. യോഗത്തിന് വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി പ്രിൻസ് ചേരുന്നുണ്ട്. യോഗത്തിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടായിട്ടുണ്ടോ? ഡീൻ കുര്യാക്കോസുമായിട്ടും ചർച്ച നടത്തുകയുണ്ടായല്ലോ. ഡീൻ കുര്യാക്കോസ് എന്തു പറഞ്ഞു യോഗത്തിന് ശേഷം? DFO ആണ് ഇടുക്കിയിൽ യോഗം വിളിച്ചത്. ഡീൻ കുര്യാക്കോസ് MP-യും യോഗത്തിൽ പങ്കെടുക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസം മൂന്നാറിൽ ഒരു ഓട്ടോ ഡ്രൈവറെ കാട്ടാന കുത്തിക്കൊന്നിരുന്നു. അതിനുശേഷം നേര്യമംഗലത്ത് കാട്ടാനയുടെ ആക്രമണമുണ്ടായി. ഇന്ദിര എന്ന സ്ത്രീ മരിച്ചു. ഇതേ തുടർന്നാണ് യോഗം വിളിച്ചു ചേർത്തത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ പ്രിൻസ് തുടരുന്നുണ്ട്. പ്രിൻസ്, യോഗത്തിൽ എന്തെങ്കിലും തീരുമാനമുണ്ടായിട്ടുണ്ടോ? മഞ്ജുഷ, അടുത്ത 12-ാം തീയതി മന്ത്രിയുടെ സ്ഥാനത്തിൽ ഇടുക്കിയിൽ പ്രത്യേക യോഗം ചേരുന്നുണ്ട്. അതിന് മുന്നോടിയായാണ് റിവ്യൂ മീറ്റ് എന്നുള്ള തരത്തിൽ മൂന്നാർ പ്രത്യേക യോഗം ചേർന്നത്. മൂന്നാർ മേഖലയിലെ പ്രത്യേകിച്ചും കാട്ടാന ആക്രമണം അടക്കം വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തിന്നക്കനാൽ, മൂന്നാർ, ദേവികുളം, ചാന്തൻപാറ, ബൈസൽവാടി പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികളടക്കം ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അപ്പം ജില്ലാ കളക്ടറും ഇടുക്കി MP ഡീൻ കുര്യാക്കോസും ദേവികുളം MLA-യും യോഗത്തിൽ പങ്കെടുത്തു. ഇതിന് മുന്നോടിയായി ഇനി ഇടുക്കിയിൽ നടക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ പ്രത്യേകമായിട്ടും യോഗത്തിൽ ചർച്ച ചെയ്തത്. കൂടാതെ ഈ ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾ അവരുടെ മേഖലയിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഈ യോഗത്തിൽ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. പ്രത്യേകിച്ചും ഓരോ മേഖലകൾക്കും എത്തിച്ചും എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് അവർ നേരിടുന്നതും പ്രത്യേകിച്ചും കാർഷിക മേഖലയിലേക്ക് അടക്കം കാട്ടാനക്കൂട്ടം ഇറങ്ങുന്നതിന്റെ ബുദ്ധിമുട്ടുകളുമൊക്കെ ഇവർ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. എന്തായാലും അടുത്ത 12 പ്രത്യേക യോഗം ഇടുക്കി തുടങ്ങും. അതനുസരിച്ച് കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്നാണ് കരുതുന്നത്. എന്നാൽ ഈ യോഗത്തിൽ തൃപ്തനല്ല എന്ന് ഇടുക്കി MP അറിയിക്കുകയുണ്ടായി. കാരണം കഴിഞ്ഞിടയ്ക്കൊക്കെ മന്ത്രിയുടെ അടുത്ത് നിന്നും പ്രത്യേകമായ നിർദ്ദേശങ്ങൾ വരികയും ഇടുക്കിയിലെ കാട്ടാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുമെന്നുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നെങ്കിലും നടപടി സ്വീകരിക്കുന്ന ഉണ്ടായിട്ടില്ല. പ്രത്യേകമായിട്ടും മൂന്നാർ മേഖലയിൽ സ്പെഷ്യൽ RRT ടീമിന്റെ അടക്കം നിയമിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായും നടപ്പിലാക്കിയിട്ടില്ല. ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ MP ചൂണ്ടിക്കാട്ടുന്നു. എന്തായാലും അടുത്ത 12-ഓടെ നടക്കുന്ന യോഗത്തിൽ പ്രത്യേക തീരുമാനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. മഞ്ജുഷ്, ശരി പ്രിൻസ്, ഒരു തീരുമാനവും ഉണ്ടായില്ല. മൂന്നാറിൽ DFO വിളിച്ച യോഗത്തിൽ തൃപ്തനല്ല എന്ന് ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞു. അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ നിരാഹാര സത്യാഗ്രഹം നടത്തിയിരുന്നു. ഇന്നലെയാണ് കക്കയത്ത്, കോഴിക്കോട് ജില്ലയിലെ കക്കയത്ത് എബ്രഹാം എന്ന കർഷകൻ അതിദാരുണമായി കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. നേരത്തെയും കാട്ടുപോത്തിന്റെ ആക്രമണം എബ്രഹാമിന് നേരെ ഉണ്ടായിരുന്നു. ഭാഗ്യത്തിനായിരുന്നു അന്ന് രക്ഷപ്പെട്ടത്. പക്ഷേ ഇത്തവണ കാട്ടുപോത്തിന്റെ ആക്രമണം ചെറുക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. സ്വന്തം കൃഷിയിടത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിനിടെയാണ് എബ്രഹാമിനെ കാട്ടുപോത്ത് ആക്രമിച്ചത്. തേങ്ങയുമായി വരുമ്പോഴായിരുന്നു ഈ ആക്രമണം. സമീപത്തുണ്ടായിരുന്ന ഒരു സ്ത്രീ ആ സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കൂടുതൽ ആളുകളും ഈ സ്ഥലത്തേക്ക് വന്നെങ്കിലും എബ്രഹാമിന്റെ ജീവൻ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. MS അനീഷ് കുമാർ ഈ സംഭവം നടന്ന സ്ഥലത്ത് നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണും. ഒരു നാടിനെ ആകെ ഞെട്ടിച്ച സംഭവമാണ് ഇന്നലെ കക്കയത്ത് നടന്നത്. ഈ സംഭവം നടന്ന ശേഷം ആദ്യം എബ്രഹാമിന് ഈ പോത്തിന്റെ കുത്തേറ്റ ശേഷം ആദ്യം കണ്ടത് അമ്മിണി ചേച്ചിയാണ്. എന്തായിരുന്നു ഇന്നലെ സംഭവിച്ചത്? ഒന്ന് വിശദമായി. ഞാൻ മുകളിലുണ്ടായിരുന്നു. അന്നേരം പിന്നെ പുള്ളിക്കാരൻ കയറി പോകുന്ന രാവിലെ കയറി പോകുന്ന ഞാൻ കണ്ടു. ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് അയാളങ്ങ് പോയി. ഞാൻ അയാളോട് പറഞ്ഞു, മോൾ കപ്പിലണ്ടി ഉണ്ട്, ഞങ്ങൾ തോട്ടം എടുത്തതാണ്, അണ്ടി പിഞ്ചണ്ടി ആയോ എന്ന് നോക്കണം കേട്ടോ എന്ന് പറഞ്ഞു. കയറി പോകാനുള്ള വണ്ടി കാരണം പറയാം നോക്കാമെന്നും പറഞ്ഞ് ഇറങ്ങി കയറിപ്പോയി. എന്നിട്ട് ഞാനൊരു 2:30 ആയപ്പോൾ ഇവിടുന്ന് കയറിപ്പോയി. ഈ കപ്പിലാൻ്റെ ചൂട് തെളിച്ചിട്ട് ചേരാമെന്ന് വിചാരിച്ചു. ഈ മുള്ളനും ഒക്കെ ഉള്ള കാരണം പിന്നെ മുള്ളം വെട്ടിക്കളയാണ്ടി, അത് കാരണം ചൂട് തെളിച്ചിട്ട് അങ്ങനെ വരികയല്ലെന്ന് ഓർത്തുകൊണ്ട് ഞാൻ കയറിപ്പോയി. കുറച്ച് നേരം തെളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഭയങ്കര കാർച്ച കിട്ടും. ഒരു കാർച്ചല്ല കേട്ടോ, കുറച്ച് തരുതരാന്ന് നമ്മൾ പേടിച്ച് കാറുന്ന പോലെ കാർച്ചയും പോത്തിൻ്റെ ഓട്ടോ ഞാൻ കേൾക്കുന്നത്. നേരെ താഴോട്ട് ഓടി വന്നു പോത്ത്. കുറച്ച് താഴോട്ട് വന്നിട്ട് വലത്തോട്ട് അങ്ങ് തിരിഞ്ഞു പോയി. എന്നിട്ട് ഞാനൊരു തരത്തിൽ ഓടി ഇവിടെ വന്നു. ഇയാൾക്ക് എന്നെ പറ്റിയെന്ന് എനിക്കറിയത്തില്ലല്ലോ. ഇവിടെ വന്ന് ഇവളോട് പറഞ്ഞു, ഫോൺ വിളിച്ച് അയാളെ വിളിച്ച് നോക്കുക എന്തോ പറ്റി, പോത്ത് ഇങ്ങനെ ഓടുന്ന ഒച്ചയും കേട്ട് ഇയാളുടെ കാർച്ചയും കേട്ട് എന്തോ പറ്റിയെന്നാണ് തോന്നുന്നത്, വിളിച്ച് നോക്കാൻ പറഞ്ഞു. വിളിച്ച് നോക്കിയിട്ട് ഫോൺ എടുക്കുന്നില്ല. ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, ഫോൺ എടുക്കുന്നില്ല.
അങ്ങനെ പിന്നെ അടുത്ത വീട്ടിലുള്ളൊക്കെ ഉള്ളവരെല്ലാം അവിടെ ഒരു ചേച്ചിയുണ്ട്, അവരെ അറിയിച്ചു. അതിലേ ഇറങ്ങി ഇവിടുന്ന് പോത്തുകൂടികളാണ് ഇതിലേ വരാണ്ട് നീ അതിലേ പോയോ നമുക്കറിയത്തില്ലല്ലോ. അങ്ങനെ അവരോട് പറഞ്ഞു ഇങ്ങനെ ഇയാൾ ഇതിലേ വരുന്നുണ്ടോ എന്ന് ഞങ്ങളെ വിളിച്ച് പറയണം, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. അന്നേരം അതിലേ ചെന്നിട്ടില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ എന്നിട്ട് ഇവിടെ കാവലിരുന്നു ഇതിലേ വരുന്നുണ്ടോ എന്ന് നോക്കി. അന്നേരത്തേനും അവിടെ നിന്നൊക്കെ ആൾക്കാർ വന്ന് അയാൾ കയറിപ്പോയി. ചെന്നപ്പോഴത്തേനും ഇങ്ങനെ അവസാനം നിലയെ കിടക്കുക എടുത്തുകൊണ്ട് പോകുന്നു. അന്നേരത്തെ പുറകെ ഫോറസ്റ്റുകാരും കയറിപ്പോയി. ഇങ്ങനെ എടുത്ത് ഇതിലേ കൊണ്ടുവന്നു. എന്താ ആ സമയത്ത് പെട്ടെന്ന് ഭയം തോന്നിയായിരുന്നോ? ഈ പോത്ത് ഒരു വശത്ത് പോത്ത് നിൽക്കുന്നു, അദ്ദേഹത്തിന്റെ അത്ര ഭയമൊന്നും തോന്നിയില്ല. പോത്താണല്ലോ ഓടി വരുന്ന എന്ന് ഇങ്ങനെ വിചാരിച്ചു. ഞാൻ എന്ത് ചെയ്യുമെന്ന് അങ്ങനെ വിചാരിച്ചു. ഭയം തോന്നിയില്ല. ഞാൻ ഓടി ഇങ്ങ് പോന്നു. അവിടെ നിൽക്കാണ്ട് ഇവിടെ ഇയാള് കാർച്ച കേട്ടല്ലോ, എന്താ അപകടം പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വേഗം ഓടി ഇങ്ങോട്ട് പോന്നു. ഇവിടെ വന്നിട്ട് ഇവരെയൊക്കെ അറിയിക്കണ്ടേ, അങ്ങനെ വന്ന് പറഞ്ഞത്. ആളെ ഒന്ന് രക്ഷിക്കണമല്ലോ. അത് തന്നെ, ആളെ അറിയിക്കണ്ടേ. നമ്മൾ ഭയന്ന് അവിടെ നിന്നാൽ ഇയാൾക്ക് പറ്റിയാലും ഇയാളെ രക്ഷിക്കാൻ പറ്റണ്ടേ. അതിന് ഭയന്ന് നിന്നില്ല, ധൈര്യം സംഭരിച്ച് ഓടി ഇങ്ങ് പോന്നു. എന്നും രാവിലെ അദ്ദേഹം വന്നു പോകുമ്പോഴൊക്കെ കാണാറുണ്ടോ നിങ്ങൾ? വല്ലപ്പോഴേ കാണാറുള്ളൂ. ഇന്നലെ ഞങ്ങൾ ഇവിടെ ഇരിക്കുമായിരുന്നു. ഒരാൾ അതിലേ പോയെ, അതാ റോഡ്. അതിലേ പോയപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ ഇച്ചിരി മുകളിലോട്ട് പോയിട്ട് തിരിഞ്ഞു വന്നു. എന്നാ ചേട്ടത്തിന്ന് ചോദിച്ചോണ്ട്. അന്നേരം ഞാൻ പറഞ്ഞു മുകളിൽ ഇങ്ങനെ ഒരു കശുമാവുണ്ട്, ഞങ്ങൾ ഈ തോട്ടം എടുത്തതാണ്, അതിൽ അണ്ടി ആയോ എന്ന് നോക്കിയിട്ട് ഇറങ്ങി വരണം. പിന്നെ കയറി പോകണം, അതേ പോത്ത്. അന്നേരം പിന്നെ പറയാൻ ചേട്ടത്തിയെന്നും പറഞ്ഞ് കയറിപ്പോയി. അപ്പോൾ ഇയാൾ മുകളിലുണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിൽ ഞാൻ ഉച്ചയ്ക്ക് അങ്ങ് കയറിപ്പോയി. 2-2:30 ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ. ഇവിടെ എങ്ങനെ വലിയ ശല്യമാണോ വന്യജീവി പോത്ത്? നിങ്ങളും കാണാറുണ്ട്? 6 മാസമായിട്ട് എന്നും പറഞ്ഞ പോലെ പോത്ത് ഇവിടെ വാസമാണ്. അവിടെ കിടപ്പോ തീനും വട്ടത്തിൽ തൂറി ഇടുന്നതൊക്കെ കാണാം കൂട്ടത്തോടെ കിടന്നിട്ട്. ഒരു 6 മാസം മുമ്പ് വരെ ഇവിടെ വരെ പോത്ത് വന്നതാ. പോത്ത് വന്ന് തീറ്റയൊക്കെ തിന്നേച്ച് പോയതാ. അതുകൊണ്ടാണോ അധികം അങ്ങോട്ട് പോവാത്തത്? ഈ തന്നെ പോകാനൊക്കെ പേടി കാരണം. എന്നാലും എനിക്ക് അങ്ങനെ പേടി തോന്നാറില്ല. നമുക്ക് ഇതിന് മുമ്പിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ, അത് കാരണം വലിയ പേടിയൊന്നും തോന്നാറില്ല. ഇതിപ്പോ ഇവര് നേരത്തെ താമസിച്ചിരുന്ന അവിടെ അല്ലേ? അവരത് ആ പേടിയിലല്ലേ അവിടെ താമസം മാറ്റിയത്? പേടി കൊണ്ടല്ല, ആ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ സ്ട്രോക്ക് തളർന്നു പോയിട്ട് പള്ളിക്കാരങ്ങാണ്ട് സ്ഥലം വീടും മേടിച്ചു കൊടുത്ത് അവിടെ താമസം. കുറച്ച് നാൾ വാടകയ്ക്കായിരുന്നു. അങ്ങനെ ആയിട്ട് ഇയാൾ വല്ലപ്പോഴും വന്ന് ഈ ആദായം എടുക്കാൻ, ഇപ്പൊ കപ്പലണ്ടിയൊക്കെ ഉള്ള സമയമല്ലേ, കൊക്കോയും ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെ അയാൾ കയറി പോയതാ. ഇനിയിപ്പോ എങ്ങനെ, ഇനിയൊരു ഭയം ഉണ്ടോ? ഈ ആളെ കൊന്നു, ആ പോത്താ മേഖലയിലെ കൊന്നു വനംവകുപ്പ് പിടിക്കുമെന്നൊക്കെ പറയുന്നു. എങ്ങനെയാണ് ഇത്? കുടിവെള്ളം എല്ലാം അവിടെയാ മലയില. ഇപ്പൊ ഒരു വീട്ടിലെ ആൾക്ക് വെള്ളം ഇല്ല. ഞങ്ങളെല്ലാരും അവിടുന്ന് വെള്ളം ഇട്ടാക്കണം. ഈ വെള്ളം കുടിക്കാനൊക്കെ പോത്തിറങ്ങി ഇങ്ങോട്ട് ഇറങ്ങത്തില്ല, പേടിയാണ്. 5-8 എണ്ണം ഉണ്ട്. അന്നേരം എല്ലാവർക്കും ഭീഷണി. മലയിലുള്ളവരെല്ലാരും ആ മലയിൽ നിന്നാണ് വെള്ളം. ഇത്ര രൂക്ഷമായി അനുഭവിച്ചിട്ടില്ലല്ലേ ഇതിനു മുമ്പ്? ഇല്ല. അതായത് ഈ വഴിയിലാ വന്നത് അല്ലേ? അതായത് യഥാർത്ഥം വഴി മറ്റൊരു വശത്തുകൂടി ഉണ്ട്. പക്ഷേ അബ്രഹാമിന് കുത്തേറ്റ ശേഷം ഈ വഴിയിൽ കൂടെയാണ് ആളുകൾ അദ്ദേഹവുമായി താഴേക്ക് വന്നത്. ഇവിടെ നിന്നും കുറച്ച് മുകളിലേക്ക് പോയാലാണ് അദ്ദേഹത്തിന്റെ കൃഷിയിടത്തിലെത്തുക. ആ കൃഷിയിടത്തിൽ അദ്ദേഹം തേങ്ങയുമായി പോരുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തേങ്ങ തലയിൽ ചുമന്ന് എത്തിക്കുമ്പോൾ ആണ് പോത്ത് കുത്തിയതെന്നാണ് സംശയം. കാരണം ഈ മൃതദേഹം അല്ലെങ്കിൽ അദ്ദേഹം പരിക്കേറ്റ് കിടന്ന സ്ഥലത്തിന് അടുത്ത് തേങ്ങയുടെ ഒരു കൂന ഉണ്ടായിരുന്നല്ലേ? അങ്ങനെ ഉണ്ടായിരുന്നല്ലേ അവിടെ തേങ്ങ? ഞാൻ ഇന്നലെ പറമ്പിൽ നിൽക്കുമ്പോഴാണ് ഇവിടുന്ന് ഈ സ്ത്രീകളുടെ എല്ലാം കൂടെ അലർച്ച കേട്ടിട്ടാണ് ഞാൻ അവിടുന്ന് ഓടി കയറി വരുന്നത്. ഇവിടെ വന്നപ്പോൾ എൻ്റെ ശ്വാസം പൊട്ടിപ്പോയി. അപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ പോത്ത് ഒരാളെ കുത്തിയിട്ടുണ്ട്. അപ്പോൾ അയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഫോറസ്റ്റുകാർ വന്നിട്ട് അവരുടെ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് ഒരു 6 മാസമല്ല 1 വർഷത്തോളമായി ഇതിനകത്ത് പോത്ത് ഇറങ്ങലും കയറലും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം മെയിനായിട്ട് എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പറമ്പുകാർ ഇവർ വിറ്റൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തു നിന്നാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ആ സ്ഥലത്ത് കാട് ഇന്ന് വരെ വെട്ടിയിട്ടില്ല. ഫോറസ്റ്റ് പോലെയാണ് ആ സ്ഥലം കിടക്കുന്നത്. അപ്പോൾ ഈ കൃഷി ആദായം എടുക്കുന്നതെന്ന് വെച്ചാൽ 2-3 പ്രാവശ്യം അയാൾ പാട്ടത്തിന് കൊടുത്തതല്ലാണ്ട് അതും കാര്യമായിട്ടും അങ്ങനെ എടുക്കലൊന്നുമില്ല. അയാൾ വന്ന് നോക്കലൊന്നുമില്ല. 10-15 ഏക്കർ സ്ഥലം ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുക. അതുകൊണ്ടാണ് ഈ വന്യമൃഗങ്ങൾ ഇതിനകത്ത് വന്ന് ഇങ്ങനെ തമ്പടിക്കുന്നത്. അപ്പോൾ അതിന് അവരുടെ ഭാഗത്തുനിന്നൊരു നാട്ടുകാർ അല്ലെങ്കിൽ ഇതിന് ഇടപെട്ടിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ടി വരും. അതുപോലെ കൊക്കയാണ് കൂടുതൽ കൃഷി. കൊക്കയാണ്. അതായത് കശുമാങ്ങാപ്പഴം അവിടെ സീസൺ ആയതുകൊണ്ട് ഈ പോത്തുകൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പോവില്ല. ഇത് തിന്നാൻ വേണ്ടിയിട്ട് ഇവിടെ നിൽക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മുകളിലേക്ക് ഇപ്പോൾ കൂട്ടി മുട്ടിയാലല്ലാണ്ട് അറിയില്ല, അത്രയും ഭയങ്കര കാടാണ്. വലിയ കാടാണ് അകത്ത്. ഈ സമാന രീതിയിൽ തന്നെ കൊക്കോ ഉണ്ട്, അതിനിടയിൽ കശുമാവിൻ തോട്ടങ്ങളുണ്ട്. ഏതാണ്ട് ഇതിന് സമാനമായ ഒരു സാഹചര്യം തന്നെ. ഇവിടെ നിന്നും കുറച്ച് മുകളിലേക്ക് പോകുമ്പോഴാണ് ഈ സ്ഥലമുള്ളത്. പോത്തിന്റെ ഭീഷണി ഇപ്പോഴും ആ സ്ഥലങ്ങളിലുണ്ട്. നമുക്ക് ഈ വഴികളിൽ പലയിടത്തും എബ്രഹാമിന്റെ ചോരത്തുള്ളികൾ വീണ ഇടങ്ങളാണ്. കാരണം വലിയൊരു രക്തം വലിയ തോതിൽ വാർന്നു ഒലിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുവന്ന്. ആദ്യം നാട്ടുകാർ ഓടിയെത്തുകയും പിന്നീട് വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരൊക്കെ എത്തുകയും ചെയ്തു. നാട്ടുകാർ അപ്പുറത്തുള്ള വലിയ വഴി അല്ലെങ്കിൽ
കുറച്ചുകൂടി മാറിയാണ് യഥാർത്ഥ വഴിയെങ്കിലും ഈ വീടിന് മുകളിൽ കൂടിയുള്ള പാതയിൽ കൂടിയാണ് അദ്ദേഹത്തെ നമ്മളിപ്പോൾ നമ്മൾ ഈ കടന്നു വരുന്ന ഈ വഴിയിൽ കൂടെയാണ് അദ്ദേഹത്തെ പുറത്തേക്ക് എത്തിച്ചത്. നമുക്ക് കാണാം എത്ര ദുർഘടമായ വഴിയിൽ കൂടിയാണ് അദ്ദേഹത്തിനെ താഴേക്ക് എത്തിക്കേണ്ടി വന്നത്. ഇതുപോലെയുള്ള ഒറ്റ ആൾക്ക് നടന്നു പോകാൻ മാത്രം പര്യാപ്തമായ ആ കാടാണ്. ആ കാട്ടിലേക്കാണ് നമുക്ക് ദൂരെ കാണാം കശുമാവ് പൂത്തു നിൽക്കുന്ന കാണാം. ഇത്തരത്തിലുള്ള കശുമാവും കാപ്പിയും കശുമാവും കൊക്കോയുമാണ് ഇവിടുത്തെ പ്രധാന കൃഷിയുള്ളത്. ഇത്തരമൊരു ഇടത്തുകൂടി നടന്നു വന്നപ്പോഴാണ് അദ്ദേഹത്തിന് ഈ അത്യാഹിതം പറ്റിയിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന് ഈ അപകടം ഉണ്ടായതുകൊണ്ട് തന്നെ ജനങ്ങൾ അങ്ങേയറ്റം ഭയചകിതരാണ്. വെള്ളം ശേഖരിക്കാൻ പോലും കഴിയാത്ത വിധം ഭയമുണ്ട്. അതുകൊണ്ട് ഈ കൃഷിയിടത്തിലേക്ക് മറ്റും ഇനി ആളുകൾ പോകണമെങ്കിൽ ഈ പോത്തിൻ്റെ ശല്യം എന്നേക്കുമായി അവസാനിപ്പിക്കണം. ഏത് പോത്താണ് ഈ ആക്രമണകാരിയായി നിലനിൽക്കുന്നതെന്ന് അടിയന്തരമായ വനവകുപ്പ് കണ്ടെത്തണമെന്നുമാണ് നാട്ടുകാർ പറയുന്നത്. MS സനീഷ് കുമാർ ഈ റിപ്പോർട്ട് നൽകിയത് കോഴിക്കോട് ജില്ലയിലെ കക്കയത്ത് നിന്നാണ്. ഇവിടെയാണ് ഇന്നലെ കാട്ടുപോത്തിന്റെ ആക്രമണം ഉണ്ടായതും എബ്രഹാം എന്ന കർഷകൻ അതിദാരുണമായി കൊല്ലപ്പെട്ടു. മറ്റു വാർത്തകളിലേക്ക് വരാം ഒരിടവേളയ്ക്ക് ശേഷം. മാർച്ച് നടത്തും. മലപ്പുറത്തെ LDF പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം 5 മണിക്കാണ് പരിപാടി. തിരുവനന്തപുരത്തെയും കേരളത്തിന്റെയും സമഗ്ര വികസനം ഉറപ്പുവരുത്താനാണ് വോട്ട് തേടുന്നതെന്ന് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ന്യൂസ് 18നോട്. തിരുവനന്തപുരത്തിന് മോദിയുടെ ഗ്യാരണ്ടി വികസനമാണെന്നും സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ് ധനപ്രതിസന്ധിക്ക് വഴിവെച്ചതെന്നും രാജീവ് ചന്ദ്രശേഖർ. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക വൈകും. സ്ഥാനാർത്ഥികളെ 2 ദിവസത്തിനകം തീരുമാനിക്കും. സംസ്ഥാന നേതാക്കൾ കേന്ദ്ര നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തി. ഈരാറ്റുപേട്ട തീവ്രവാദ സാന്നിധ്യമുള്ള മേഖല എന്ന റിപ്പോർട്ട് പോലീസ് തിരുത്തിയതായി മന്ത്രി VN വാസവൻ. മിനി സിവിൽ സ്റ്റേഷൻ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ സ്ഥലം വിട്ടു നൽകാൻ ആകില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ജില്ലാ പോലീസ് മേധാവി നേരത്തെ റിപ്പോർട്ട് നൽകിയത്. അതേസമയം മന്ത്രിയുടെ നിലപാടിനെതിരെ BJP രംഗത്ത് വന്നു. കടമെടുപ്പ് പരിധി കൂട്ടണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിനെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജിയിൽ സുപ്രീംകോടതിയിൽ ഇന്ന് വാദം തുടങ്ങും. കോടതിക്ക് പുറത്ത് പരിഹരിക്കാനുള്ള സാധ്യതകൾ ഇല്ലാതായതോടെയാണ് ഇന്നും നാളെയുമായി കേസിൽ വാദം നടക്കുന്നത്. കേരള സർവകലാശാല സംസ്കൃത വിഭാഗം സംഘടിപ്പിക്കുന്ന അന്തർദേശീയ സെമിനാറിനും ഗവേഷക സംഗമത്തിനും തുടക്കമായി 4 ദിവസം നീണ്ടുനിൽക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം മന്ത്രി R ബിന്ദു നിർവഹിച്ചു. വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ അധ്യക്ഷത വഹിച്ചു. വിരമിക്കുന്ന സംസ്കൃത വിഭാഗം മേധാവി പ്രൊഫസർ CA ശൈലജയെ ചടങ്ങിൽ ആദരിച്ചു. അതിരപ്പള്ളിയിൽ കാട്ടാനാക്രമണത്തിൽ സ്ത്രീ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധം ശക്തം. കോൺഗ്രസ് ഇന്ന് കരിദിനം പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിരപ്പള്ളി വാഴച്ചാൽ വിനോദസഞ്ചാര മേഖലയിൽ ഇന്ന് നിയന്ത്രണം ഏർപ്പെടുത്തി. സഞ്ചാരികളെ ഈ മേഖലയിൽ പ്രവേശിപ്പിക്കില്ല. പ്രതിഷേധങ്ങളെ തുടർന്നാണ് വനംവകുപ്പ് തീരുമാനം. കോഴിക്കോട് കക്കയത്ത് കണ്ടെത്തി മയക്കുവെടി വയ്ക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിട്ടു. പ്രശ്നബാധിത പ്രദേശങ്ങളിൽ സംരക്ഷണം ശക്തിപ്പെടുത്തുന്നതിനും കൂടുതൽ വനപാലകരെ ഉൾപ്പെടുത്തുന്നതിനുമുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഉയർന്ന താപനില കാരണം കാട്ടിൽ നിന്ന് വന്യമൃഗങ്ങൾ പുറത്തുവരാൻ സാധ്യതയുള്ളതിനാൽ വനത്തിൽ പ്രവേശിക്കരുതെന്ന് പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. കോഴിക്കോട് കക്കയത്ത് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ മരിച്ച അബ്രഹാമിന്റെ ബന്ധുക്കളുമായി ജില്ലാ കളക്ടർ നടത്തിയ ചർച്ച പരാജയം. ബന്ധുക്കളുടെ ആവശ്യം അംഗീകരിക്കാനാവില്ലെന്ന് കളക്ടർ പറഞ്ഞു. 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം ഉൾപ്പെടെയാണ് ആവശ്യപ്പെട്ടത്. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഉന്നതതല യോഗം ചേരും. ഉച്ചയ്ക്ക് 2:30 വനം മന്ത്രിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേരുക. മലപ്പുറത്ത് കാട്ടുപന്നി കുറുകെ ചാടിയതിനെ തുടർന്ന് ഓട്ടോ മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു. മഞ്ചേരി സ്വദേശി ഷഫീഖാണ് മരിച്ചത്. കാട്ടുപന്നി കുറുകെ ചാടിയപ്പോൾ ഓട്ടോ വെട്ടിച്ചതാണ് അപകട കാരണം. ജനങ്ങൾക്ക് സുരക്ഷ നൽകേണ്ട ബാധ്യത സർക്കാരിനും ഉദ്യോഗസ്ഥർക്കുമുണ്ടെന്ന് MM മണി. മനുഷ്യനെ കൊല്ലുന്ന മൃഗങ്ങളെയും കൊല്ലണം. ഇതിന് സർക്കാരും വനം വകുപ്പും നടപടിയെടുക്കണമെന്നും MM മണി ആവശ്യപ്പെട്ടു.
കാട്ടുപന്നിയെ കണ്ട് ഭയന്നോടി കിണറ്റിൽ വീണ വീട്ടമ്മയെ ഒരു ദിവസത്തിനു ശേഷം രക്ഷപ്പെടുത്തി. 20 മണിക്കൂറിന് ശേഷമാണ് വീട്ടമ്മയെ രക്ഷപ്പെടുത്തിയത്. അടൂർ പരുത്തിപ്പാറയിൽ എലിസബത്ത് ബാബുവിനെയാണ് ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തിയത്. കൊച്ചി മെട്രോയുടെ 1ാം ഘട്ടത്തിലെ അവസാന സ്റ്റേഷനായ തൃപ്പൂണിത്തുറ ടെർമിനൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് തൃപ്പൂണിത്തുറയിൽ നിന്ന് ആലുവയിലേക്ക് ആദ്യ ട്രെയിനും ഫ്ളാഗ് ഓഫ് ചെയ്തു. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുമായി ആദ്യയാത്ര പുറപ്പെട്ടു. വയനാട് പൂക്കോട് കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ അധികൃതരുടെ വീഴ്ച പരിശോധിക്കാൻ സർവകലാശാല 4-അംഗ സമിതിയെ നിയോഗിച്ചു. ഡീൻ, അസിസ്റ്റന്റ് വാർഡൻ എന്നിവരുടെ വീഴ്ചയാണ് വൈസ് ചാൻസലർ നിയോഗിച്ച സമിതി പരിശോധിക്കുക. അതിനിടെ കോളേജിന് മുന്നിൽ കഴിഞ്ഞ ദിവസം നടന്ന മാർച്ചിനിടെയുണ്ടായ സംഘർഷത്തിൽ സമരക്കാർക്കെതിരെ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തു. സിദ്ധാർത്ഥന്റെ ദുരൂഹ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് പോഷക സംഘടനാ അധ്യക്ഷന്മാർ സംയുക്തമായി നടത്തുന്ന നിരാഹാര സമരം 3ാം ദിവസത്തിലേക്ക്. ഇന്നലെ രാത്രി വി എം സുധീരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സെക്രട്ടേറിയറ്റ് നടയിലെ സമരപന്തലിലെത്തി. ഇന്ന് മഹിളാ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ സമരനായകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും. മലപ്പുറത്തെ LDF പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇന്ന്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം 5 മണിക്കാണ് പരിപാടി. തിരുവനന്തപുരത്തെയും പകൽ വാർത്ത തുടരുകയാണ്. മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടി ഇന്നും തുടരുകയാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങളുമായിട്ടാണ് ഇന്ന് മുഖ്യമന്ത്രി മുഖാമുഖം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ഒരു പ്രധാനപ്പെട്ട പരാമർശം മുഖ്യമന്ത്രി നടത്തുകയുണ്ടായി. ഈരാറ്റുപേട്ടയിൽ കഴിഞ്ഞ ദിവസം വൈദികന് നേരെ ചില ചെറുപ്പക്കാർ ആക്രമണം നടത്തിയതിനെ കുറിച്ചാണ് മുഖ്യമന്ത്രി ഇന്നവിടെ സംസാരിച്ചത്. ചില ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിട്ടായിരുന്നു മുഖ്യമന്ത്രി ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത്. നേരത്തെ കേരള നദുവത്തുൽ മുജാഹിദിന്റെ നേതാവ് ഹുസൈൻ മടവൂർ ഈ സംഭവത്തെക്കുറിച്ച് ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. ചില മുസ്ലിം ചെറുപ്പക്കാരെ മാത്രം പിടികൂടുകയായിരുന്നു ഈ സംഭവത്തിൽ എന്നതായിരുന്നു ഹുസൈൻ മടവൂരിന്റെ പരാമർശം. ഇതിന് മുഖ്യമന്ത്രി മറുപടി നൽകിയിരിക്കുകയാണ്. അവിടെ അക്രമം കാട്ടിയവരെ തെരഞ്ഞു പിടിച്ചല്ല അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, അതിൽ അക്രമം കാട്ടിയവരെ തന്നെയാണ് പിടികൂടിയിരിക്കുന്നത് എന്ന മറുപടിയാണ് മുഖ്യമന്ത്രി നൽകിയത്. പള്ളിയിൽ കാട്ടിയത് തെമ്മാടിത്തമാണ് എന്നാണ്, ഈ ചെറുപ്പക്കാർ കാട്ടിയത് തെമ്മാടിത്തം എന്നാണ് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത്. ഹുസൈൻ മടവൂരിനുള്ള മറുപടിയാണ് ഇത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ VV അരുൺ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, എന്തെല്ലാം കാര്യങ്ങളാണ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത്? ഇത് ശരിക്കും ഹുസൈൻ മടവൂരിനുള്ള ഒരു മറുപടിയായില്ലേ? തീർച്ചയായും മഞ്ജുഷ, പൂഞ്ഞാർ സെന്റ് മേരീസ് ഫെറോന പള്ളി സഹവികാരി ഫാദർ ജോസഫ് ആറ്റുചാലിനെയാണ് വാഹനം ഇടിപ്പിച്ച ആ കേസ് വലിയ വിവാദമായിരുന്നു. അവിടെ മതവിദ്വേഷം പ്രചരിപ്പിച്ചു നടക്കമുള്ള കുറ്റങ്ങൾക്ക് പലരുടെ പേരിലും കേസെടുത്തിരുന്നു. അതിൽ 18 പേർ മുസ്ലിം യുവാക്കളാണ്. അവരെ മാത്രം പ്രതി ചേർത്തു എന്നതാണ് വലിയ ആരോപണമായി ഉയർന്നു വന്നത്. തെരഞ്ഞുപിടിച്ച് പ്രതി ചേർക്കുകയായിരുന്നു എന്ന ആരോപണം വന്നത്. ഇന്ന് ന്യൂനപക്ഷ വിഭാഗങ്ങളുമായുള്ള മുഖാമുഖം പരിപാടിയിൽ KNM നേതാവ്, കേരള നദുവത്തുൽ മുജാഹിദിൻ നേതാവ് ഹുസൈൻ മടവൂരാണ് ഈ വിഷയം പ്രതിപാദിച്ചത്. ഒരു വിഭാഗത്തിലെ മാത്രം ചെറുപ്പക്കാരെ പ്രതി ചേർത്ത് പ്രതിഷേധം ഉണ്ടാക്കുന്ന കാര്യമാണ്, അത് ശരിയായില്ലാത്ത അദ്ദേഹം അവിടെ മുഖ്യമന്ത്രിയുടെ വേദിയിൽ അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അപ്പോഴാണ് മുഖ്യമന്ത്രി ഇടപെട്ട് പറഞ്ഞത്. എന്താണ് അവിടെ സംഭവിച്ചതെന്ന കാര്യം മുഖ്യമന്ത്രി പറഞ്ഞത്, അവിടെ ഈരാറ്റുപേട്ട പള്ളിയിൽ അവിടെ കാട്ടിയത് തെമ്മാടിത്തമാണ്. എന്ത് തെമ്മാടിത്തമാണ് അവിടെ യഥാർത്ഥത്തിൽ കാട്ടിയത്? ആ ഫാദറിന് നേരെ വണ്ടി കയറ്റുകയായിരുന്നു. അദ്ദേഹം യഥാർത്ഥത്തിൽ രക്ഷപ്പെടുകയായിരുന്നു. ചെറുപ്പക്കാരുടെ സെറ്റ് എന്ന് പറയുമ്പോൾ എല്ലാത്തരം ആളുകളും ഉണ്ടാകുമെന്ന് നമ്മൾ കരുതും. പക്ഷേ അവിടെ അങ്ങനെയല്ല ഉണ്ടായിരുന്നത്. മുസ്ലിം വിഭാഗക്കാർ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിനെ ഒരു വിഭാഗത്തെ മാത്രം തെരഞ്ഞുപിടിച്ച് പ്രതിയേർക്കുകയായിരുന്നില്ല പോലീസ് ചെയ്ത്. പോലീസിനെ എല്ലാവർക്കും വിമർശിക്കാം, തെറ്റുണ്ടെങ്കിൽ തന്നെ ശ്രദ്ധയിൽപ്പെടുത്താം, അത് തിരുത്താൻ തയ്യാറാണ്. ഹുസൈൻ മടവൂരെ പോലെ വലിയ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്നവർ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ ഇത്തരം തെറ്റായ ധാരണ വച്ചു പുലർത്തരുത്. ശരിയായ കാര്യങ്ങൾ ആകണം അദ്ദേഹം പറയേണ്ടെന്ന ഒരു മറുപടിയാണ് മുഖ്യമന്ത്രി അവിടെ നൽകിയത്. അതായത് അവിടെ മുസ്ലിം വിഭാഗ യുവാക്കളെ തെരഞ്ഞുപിടിച്ച് പ്രതിയേർക്കുക, മറിച്ച് അവരാണ് അതിലുണ്ടായിരുന്നത്. അവിടെ ആ ഫാദറിനെ വണ്ടി ഇടിച്ച് കൊലപ്പെടുത്താൻ തന്നെ ശ്രമം നടന്നുവെന്ന വിവരമാണ്, പോലീസിന് ലഭിച്ച വിവരമാണ് മുഖ്യമന്ത്രി അവിടെ പങ്കുവച്ചത്. ശരി അരുൺ, മുഖാമുഖം പരിപാടിയിൽ മുഖ്യമന്ത്രി നടത്തിയ പരാമർശം, അതിനെക്കുറിച്ച് അത് കേൾക്കാം, അത് നേരിട്ട് കേൾക്കാം. ഇയാൾ യഥാർത്ഥ പുലിയാണ്. നിങ്ങൾ കാണുന്നത് പുലിയല്ല, ഈ കളവ് കേസിന് പൂർണ്ണബന്ധമുണ്ട്. അതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്റെ ഭാഗം പൂർണ്ണ ഇവിടെ ഇതായിട്ടുള്ള കാര്യം പറഞ്ഞില്ലേ, എന്ത് പ്രമാണിട്ടാണ് കാണിച്ചത്? യഥാർത്ഥത്തിൽ ആ പാത നേരെ വഴി കേട്ടില്ലേ?
യഥാർത്ഥത്തിൽ രക്ഷപ്പെടുത്തില്ല, യഥാർത്ഥത്തിൽ രക്ഷപ്പെടുത്തില്ല. ആ പോയ കൂട്ടത്തിൽ സ്വാഭാവികം നമ്മളെല്ലാവരും ആലോചിക്കുന്നത് ചെറുപ്പക്കാരുടെ തെറ്റുകൾ. വൈദികനെ ആക്രമിക്കാൻ ശ്രമിച്ചത് അത് തെമ്മാടിത്തമാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതല്ലാതെ ഒരു വിഭാഗത്തെ, മുസ്ലിം വിഭാഗത്തെ മാത്രം അവിടെ പ്രതി ചേർക്കുകയായിരുന്നില്ല, അതിൽ ഉൾപ്പെട്ടിരുന്നവരെ തന്നെയാണ് പിടികൂടിയത് പോലീസ് എന്നാണ് മുഖ്യമന്ത്രി ന്യൂനപക്ഷ വിഭാഗങ്ങളുമായുള്ള മുഖാമുഖം പരിപാടിയിൽ പറഞ്ഞത്. ഇതേ വേദിയിൽ തന്നെ ചില അനിഷ്ടവും മുഖ്യമന്ത്രി പ്രകടിപ്പിക്കുകയുണ്ടായി. മുഖ്യമന്ത്രിയുടെ ആമുഖ പ്രസംഗത്തിന് ശേഷം അവതാരക നല്ല പ്രസംഗമാണ്, ഇതിന് നന്ദി എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇത് മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രി അവതാരകയെ തിരുത്തുകയുണ്ടായി. അത്തരമൊരു കമന്റ് വേണ്ട എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ അനിഷ്ട പ്രകടനം. അതിലേക്ക് പരിപാടിയിൽ എല്ലാവരും കാലത്ത് തന്നെ എത്തിയത് അങ്ങേയറ്റം സന്തോഷം പകരുന്ന കാര്യമാണ്. അതിന് എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദം. താങ്ക് യു സാർ. വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന്. അല്ല, അമ്മാതിരി കമൻറ്റ് വേണ്ട കേട്ടോ. നിങ്ങൾ ആളെ വിളിച്ചാൽ മതി. ഇന്നത്തെ മുഖാമുഖം പരിപാടിയിൽ മുഖ്യാതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്ന പരിപാടിയിൽ എല്ലാവരും കാലത്ത് തന്നെ എത്തിയത് അങ്ങേയറ്റം സന്തോഷം പകരുന്ന കാര്യമാണ്. അതിന് എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദം. താങ്ക് യു സാർ. വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന്. അല്ല, അമ്മാതിരി കമൻറ്റ് വേണ്ട കേട്ടോ. നിങ്ങൾ ആളെ വിളിച്ചാൽ മതി. ഇന്നത്തെ മുഖാമുഖം പരിപാടിയിൽ മുഖ്യാതിഥിയായി നന്ദി പറഞ്ഞ അവതാരകയോട് പോലും ശോഭിച്ചുകൊണ്ടുള്ള ഒരു മറുപടിയാണ് മുഖാമുഖം പരിപാടിയിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. സുപ്രീം കോടതിയിൽ നിന്ന് തൽക്കാലത്തേക്ക് ഒരു ആശ്വാസം കിട്ടിയിരിക്കുകയാണ് കേരളത്തിന്. കേന്ദ്രം കടമെടുപ്പ് പരിധിയിൽ ചില ഇളവുകൾ നൽകാമെന്ന് അറിയിച്ചിരിക്കുകയാണ്. തൽക്കാലം 13,600 കോടി രൂപ വായ്പ എടുക്കുവാനുള്ള അനുമതിയാണ് കേന്ദ്രം നൽകുന്നത്. ഇക്കാര്യം സുപ്രീം കോടതിയെ കേന്ദ്രം അറിയിച്ചു. ഇത് കേരളം അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ഹർജി പിൻവലിച്ചാൽ ഇത്രയും തുക വായ്പയെടുക്കാൻ അനുമതി നൽകാമെന്ന് കേന്ദ്രം കേരളത്തെ ചർച്ചയ്ക്കിടെ അറിയിച്ചിരുന്നു. ഇവിടെ ഇപ്പോൾ ഹർജി പിൻവലിക്കാതെ തന്നെ കേരളത്തിന് ഇങ്ങനെയൊരു ആനുകൂല്യം നൽകാമെന്ന് കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. ഇത് കേരളം സ്വാഗതം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതേ സമയത്ത് തന്നെ ഇത് പോരാ എന്നും 15,000 കോടി രൂപ കൂടി വായ്പാ പരിധി വേണമെന്നുമാണ് കേരളം വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി MG മിഥുൻ ചേരുകയാണ്. സുവി വിശ്വനാഥ് ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. സുവി, ഈ ഹർജിയിൽ ഇപ്പോൾ കേരളത്തിന് തൽക്കാലം ഈ വാദത്തിനിടെയെങ്കിലും ഒരു തൽക്കാല ആശ്വാസം കിട്ടിയിരിക്കുകയാണല്ലോ. എന്താണെന്ന് സുപ്രീം കോടതിയിൽ നടന്നത്? മഞ്ജുഷ്, കടമെടുപ്പ് പരിധി ഉയർത്തണം എന്ന ആവശ്യത്തിൽ കേരളത്തിന് താൽക്കാലിക ആശ്വാസമാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. 13,600 കോടി വായ്പ എടുക്കുന്നതിന് കേന്ദ്രം അനുമതി നൽകിയിരിക്കുകയാണ്. കേസ് നിലനിൽക്കുന്നതിനിടെയാണ് ഈ ഒരു അനുമതി ലഭിച്ചിരിക്കുന്നത്. ഈ 13,600 കോടി കടമെടുക്കാം എന്ന കേന്ദ്രത്തിന്റെ നിർദ്ദേശം കേരളം അംഗീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്നാൽ കേരളത്തിന് 15,000 കോടി രൂപയാണ് ആവശ്യമെന്ന് കപിൽ സിബൽ സുപ്രീം കോടതിയിൽ പറഞ്ഞു. ആ ആവശ്യത്തിന്മേൽ ചർച്ച നടത്തണം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ഇന്ന് തന്നെ ഈ ഒരു ചർച്ച കേന്ദ്രവും കേരളവും തമ്മിൽ ഇന്ന് തന്നെ ഈ വിഷയത്തിൽ ചർച്ച നടത്തണം എന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ചർച്ചയിലൂടെ ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണം എന്നും പറഞ്ഞു. ബാക്കി, അതായത് കടമെടുപ്പ് പരിധിയിൽ സുപ്രീം കോടതി ഇടപെടരുത് എന്നൊരാവശ്യം കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിന്റെ ഹർജിയിലെ എല്ലാ ആവശ്യങ്ങളും തീർപ്പാക്കാൻ സമയമെടുക്കുമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. കോടതിക്ക് ഇതിൽ എത്ര ഇടപെടാൻ കഴിയും എന്ന് പരിശോധിക്കും. ഒപ്പം കേരളത്തിന്റെയും കേന്ദ്രത്തിന്റെയും ധനക്കമ്മി താരതമ്യം ചെയ്യാനാകില്ല എന്നും കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും കടമെടുപ്പ് എടുക്കുന്നതിൽ, പ്രത്യേകിച്ചും ഈ സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കടമെടുക്കുന്നതിൽ കേരളത്തിന് ആശ്വാസകരമായ ഒരു തീരുമാനമാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. മഞ്ജുഷ്, ഇതിൽ ഈ കോടതിയിൽ നിന്നൊരു വിധിക്കുള്ള സാധ്യതയുണ്ടോ, അതോ ഈ കേന്ദ്രത്തിന്റെ വാദം കേട്ടതിന് ശേഷം തുടർ വാദവും ഉണ്ടാകുമോ? എന്താണ് വിവരം? നമുക്ക് ഇതിനെ താൽക്കാലികമായ ഒരു ഉത്തരവ് എന്ന രീതിയിൽ വിലയിരുത്താം. കാരണം തൽക്കാലത്തേക്ക് ഈ കേന്ദ്രം ഈ 13,600 കോടി നൽകാം എന്ന് നിശ്ചയിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ കൂടുതൽ വേണം എന്ന് കേരളം വാദിക്കുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായും കേരളത്തിന് അനുകൂലമായ ഒരു തീരുമാനമാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. ആ വിഷയത്തിൽ ഒരു ചർച്ച നടത്തണം എന്നാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് ഇന്ന് തന്നെ ചർച്ചയ്ക്ക് തയ്യാറാകണം. ഒപ്പം തന്നെ ഈ കടമെടുപ്പ് പരിധി സംബന്ധിച്ച്, പ്രത്യേകിച്ചും
ക്ഷാമബത്ത, പെൻഷൻ, ആനുകൂല്യങ്ങൾ ഇവ നൽകാനൊന്നും തന്നെ കേരളത്തിന്റെ കയ്യിൽ പണമില്ല. ഒപ്പം ശമ്പളം നൽകാനുള്ള ഏതാനും തുക മാത്രമാണ് ഇപ്പോൾ കൈവശമുള്ളത് എന്നും കേരളം അറിയിച്ചൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിസന്ധി പരിഗണിക്കുന്നത്, കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി പരിഗണിക്കണം എന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ നിർദ്ദേശത്തിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ഒരു ചർച്ച നടത്തണം എന്ന് സുപ്രീം കോടതി കേന്ദ്രത്തോടും കേരളത്തോടും ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് പോസിറ്റീവായ ഒരു സമീപനം ഈ വിഷയത്തിൽ ഉണ്ടാകണം എന്നൊരു നിർദ്ദേശവും സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. മഞ്ജുഷ്. ശരി സുവി വിശ്വനാഥാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കേരളത്തിനൊരു താൽക്കാലികമായ ഒരു ആശ്വാസമാണ് ഇന്ന് സുപ്രീം കോടതിയിൽ കണ്ടത്. കേന്ദ്രം 13,600 കോടി രൂപ വായ്പയെടുക്കുവാനുള്ള അനുമതി കേരളത്തിന് നൽകിയിരിക്കുകയാണ്. ഇക്കാര്യം കേരളം അംഗീകരിക്കുകയും ചെയ്തു. പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ തുക 15,000 കോടി രൂപ വായ്പ എടുക്കുവാനുള്ള അനുമതി കൂടി വേണം എന്നുള്ള ആവശ്യം കൂടി ഉന്നയിച്ചിട്ടുണ്ട് കേരളം. അതിലിനി തുടർ ചർച്ചകൾ ഉണ്ടാവുകയും ചെയ്യും. പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വിവിധ തരത്തിലുള്ള പ്രതിഷേധം ഇന്നും തുടരുകയായിരുന്നു. യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസും KSUവും പ്രതിഷേധം നടത്തുകയാണ്. ഇവരുടെ പ്രധാനപ്പെട്ട നേതാക്കൾ നിരാഹാര സത്യാഗ്രഹം തുടരുകയുമാണ്. VV വിനോദ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് അടുത്തതായി കാണാം. മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുള്ള സമരം തുടരുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ്, KSU അധ്യക്ഷന്മാരുടെ നേതൃത്വത്തിലാണ് ഈ സമരം തുടരുന്നത്. ഇപ്പോഴും മുഴുവൻ പ്രതികളും പിടിയിലായിട്ടില്ല. കർശനമായ നടപടി ഉണ്ടാകുന്നില്ല. CBIക്ക് വിടണമെന്നുള്ള ആവശ്യം എങ്ങനെയാണ് ഇപ്പോഴത്തെ സ്ഥിതി? പ്രതികൾ കുറച്ചുപേർ പിടിയിലായി എന്ന് പറയുന്നത് പോലും യാതൊരുവിധമായ പ്രയോജനവുമില്ലാത്ത ഒന്നാണല്ലോ. കാരണം ഈ വിഷയത്തിനകത്ത് ഇതുവരെ കൊലക്കുറ്റത്തിന് കേസെടുത്തിട്ടില്ല. ഇപ്പോഴും ആത്മഹത്യാ പ്രേരണയിൽ തന്നെയാണ് നിൽക്കുന്നത്. കൊലക്കുറ്റത്തിന് കേസെടുക്കാതെ ഇനി ആരെയെല്ലാം പ്രതി ചേർത്തിട്ട് എന്ത് കാര്യമാണുള്ളത്? അതിനകത്ത് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എങ്ങനെയാണ്? 19 പ്രധാനപ്പെട്ട മുറിവുകളുണ്ടായ ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടിട്ട് കൊലക്കുറ്റത്തിന് പോലും കേസെടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ സർക്കാരിന്റെ ഈ വിഷയത്തിനകത്തുള്ള നയമാണെന്ന് വ്യക്തമാക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് സർക്കാരിന്റെ സർക്കാരിൽ വിശ്വാസമുണ്ട്. സർക്കാരിന്റെ അന്വേഷണ ഏജൻസികളുടെ ആരാധകരൊന്നുമല്ല എങ്കിലും ഈ വിഷയത്തിനകത്ത് സംസ്ഥാന സർക്കാരിന്റെ അന്വേഷണ ഏജൻസികളെക്കാൾ കാര്യക്ഷമമായും നിഷ്പക്ഷമായും പ്രവർത്തിക്കുക കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികളായതുകൊണ്ട് CBI അന്വേഷണം ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി ഇതുവരെ ആ വീട്ടിൽ പോയില്ല, രക്ഷിതാക്കളെ കണ്ടില്ല. വലിയ വിമർശനമാണ് അക്കാര്യത്തിൽ ഉയർന്നു വരുന്നത്. അയാൾ ആ വീട്ടിലൊന്നും പോയില്ലല്ലോ. അങ്ങനെ മനസാക്ഷിയുള്ള ആളൊന്നും അല്ലല്ലോ. മാത്രമല്ല അയാളുടെ കൂടി സത്യം പറഞ്ഞാൽ അയാൾ ഈ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിന്, അയാൾ വിദ്യാർത്ഥി നേതാവായിരുന്ന കാലം തൊട്ട്, KSFന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന കാലം തൊട്ട് അയാൾ കൊടുത്തിട്ടുള്ള ഗുണ്ടായിസത്തിന്റെ ലെജിറ്റിമസി. യൂത്ത് കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും KSUവിന്റെയും പ്രതിഷേധം തുടരുകയാണ് സെക്രട്ടേറിയറ്റ് മുന്നിൽ. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. ന്യൂസ് 18 കേരളം ബിഗ് ബ്രേക്കിംഗിലേക്ക് പോവുകയാണ്. കോൺഗ്രസിന്റെ പ്രമുഖ നേതാവും K കരുണാകരന്റെ മകളുമായ പത്മജ വേണുഗോപാൽ BJPയിലേക്കോ? ഇങ്ങനെയൊരു സംശയം ബലപ്പെടുകയാണ്. ഇങ്ങനെയൊരു അഭ്യൂഹം നിലനിൽക്കെ പത്മജ വേണുഗോപാലുമായിട്ട് ഇക്കാര്യം സംസാരിച്ചപ്പോൾ BJPയിലേക്ക് പോകുമെന്നുള്ള സാധ്യത പത്മജ വേണുഗോപാൽ തള്ളിയിട്ടുമില്ല. BJP നേതാക്കളുമായി ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന കാര്യവും പത്മജ വേണുഗോപാൽ തള്ളിയിട്ടില്ല. BJPയുടെ പ്രമുഖ നേതാക്കൾ പത്മജ വേണുഗോപാലുമായി ചർച്ച നടത്തിയിരുന്നു. ചാലക്കുടി സീറ്റ് പോലും പത്മജ വേണുഗോപാലിന് വേണ്ടി BJP നീക്കിവെച്ചിരിക്കുകയല്ലേ എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട വാർത്ത. സാധ്യത തള്ളിയിട്ടുമില്ല പത്മജ വേണുഗോപാൽ. പത്മജ വേണുഗോപാലുമായി സംസാരിച്ച ഞങ്ങളുടെ പ്രതിനിധി അപർണ കുറുപ്പ് ചേരുന്നുണ്ട്. അപർണ, ഈ സാധ്യത, ഈ അഭ്യൂഹം എന്തായാലും തള്ളിയിട്ടില്ലല്ലോ പത്മജ വേണുഗോപാൽ. എന്താണ് അവർ പറയുന്നത്? പ്രധാനമായിട്ടും ഈ നമ്മൾ ചോദിച്ചത് 4 ദിവസം മുൻപ് പത്മജ വേണുഗോപാൽ BJPയിലെ നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. ഡൽഹിയിൽ വെച്ചാണ് ചർച്ച നടത്തിയത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നൊരു സാഹചര്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് പത്മജ BJPയിലേക്ക് പോവുകയാണെന്നും BJP കാൻഡിഡേറ്റായി ചാലക്കുടിയിൽ മത്സരിച്ചേക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നത്. അതുമായി ബന്ധപ്പെട്ട് ഉച്ചവരെ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരുന്നു. ഇപ്പോഴാണ് പത്മജ വേണുഗോപാലുമായി നേരിട്ട് സംസാരിക്കാൻ കഴിഞ്ഞത്. പത്മജ വ്യക്തമാക്കുന്നത് ഇത്തവണത്തെ ഇലക്ഷനിൽ അങ്ങനെ ഒരു നീക്കത്തിലേക്ക്
തീരുമാനത്തിലേക്ക് താൻ കടക്കുകയില്ല. ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട്, ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ആ ഒരു തീരുമാനത്തിലേക്ക് താൻ കടക്കുകയില്ല. പക്ഷേ താൻ പാർട്ടിയുമായി കൃത്യമായി വ്യക്തമായി സ്വരച്ചേർച്ചയിലാണ് എന്ന് പത്മജ പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ സാധ്യത പൂർണ്ണമായി തള്ളുന്നില്ല. ഏതെങ്കിലും കാലത്ത് അങ്ങനെ ഒരു തീരുമാനം താൻ എടുക്കുമോ ഇല്ലയോ എന്ന് സംബന്ധിച്ച് ഇപ്പോൾ പറയാവുന്ന അവസ്ഥയിലല്ല എന്ന് പറയുന്ന പത്മജ വേണുഗോപാൽ BJPയിലേക്ക് താൻ പോകുകയില്ല എന്നൊരു വാദത്തിലെത്തുന്നില്ല. അതായത് പൊയ്ക്കൂടായികയില്ല, പക്ഷേ ആ ഒരു തീരുമാനം ഇപ്പോൾ താൻ എടുക്കുകയില്ല എന്ന് പറയുമ്പോഴും വളരെ പെട്ടെന്ന് ഒരുപക്ഷെ ആ തീരുമാനത്തിലേക്കൊക്കെ പോകാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന് പറയുന്ന പത്മജ വേണുഗോപാൽ പറയുന്നു, പാർട്ടിയുമായി ഞാൻ നല്ല സ്വരച്ചേർച്ചയിലല്ല. BJPയുടെ നേതാക്കൾ സംസാരിച്ചിട്ടുണ്ട് എന്ന കാര്യം തള്ളിയിട്ടുണ്ടോ പത്മജ വേണുഗോപാൽ? നമ്മളോട് പറയുമ്പോൾ അങ്ങനെ ഒരു ചർച്ച താൻ നടത്തിയിട്ടില്ല. 4 ദിവസം മുമ്പ് ആ ചർച്ച നടത്തിയിട്ടില്ല. ഒരു വ്യാപാര സംബന്ധമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി താൻ ഡൽഹിയിൽ എത്തിയിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. പക്ഷേ പാർട്ടിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അടക്കമുള്ള കാര്യങ്ങളിൽ താൻ പങ്കെടുക്കുകയില്ല, താൻ ആ ഭാഗത്തേക്ക് നോക്കുക പോലും ചെയ്യുകയില്ല എന്ന് തന്നെ വ്യക്തമായി പറയുന്ന പത്മജ, അതായത് തൃശൂരിൽ പ്രചാരണത്തിന് പത്മജ വേണുഗോപാൽ ഉണ്ടായിരിക്കുകയില്ല എന്ന തരത്തിൽ തന്നെയാണ് നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത്. പാർട്ടി പരിഗണിച്ചിട്ടില്ല. പാർട്ടിയുമായി വ്യക്തിപരമായിട്ടും അല്ലാതെയും കൃത്യമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അവഗണന തനിക്ക് നേരിടുന്നുണ്ട്. നേരത്തെ തന്നെ നമ്മുടെ അഭിമുഖങ്ങളിലൊക്കെ പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ്. ആ പ്രശ്നങ്ങളൊന്നും പരിഹരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രചാരണ രംഗത്തേക്ക് താൻ ഇറങ്ങുകയില്ല, ആ ഭാഗത്തേക്ക് താൻ കടക്കുകയില്ല എന്നുകൂടി പറയുന്നു. അതോടൊപ്പം തന്നെയാണ് പറയുന്നത്, BJPയിലേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് പോകുകയില്ല എന്ന് പറയുകയോ അത് തള്ളിക്കളയുകയോ പത്മജ വേണുഗോപാൽ ചെയ്തിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങളെ വ്യക്തമായി ഞാൻ അറിയിക്കും. ഈ ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് താൻ അങ്ങനെ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയില്ല എന്ന് പറയുന്നിടത്ത് പോലും, ആ ഒരു ഉറപ്പില്ലായ്മയ്ക്കകത്ത് പോലും ഈ പറയുന്ന വാക്കുകൾ തള്ളിക്കളയാനാവില്ല എന്ന കാര്യമുണ്ട്. അപർണ, ഈ ചാലക്കുടി സീറ്റ് വേണമെങ്കിൽ പത്മജ വേണുഗോപാലിന് നൽകാം, അതിൽ BDJS-ഉമായിട്ട് ഒരു സമവായം ഉണ്ടാക്കാൻ BJPക്ക് കഴിയുകയും ചെയ്യും. അങ്ങനെയൊരു ഓഫർ പത്മജയുടെ മുൻപാകെ BJP വെച്ചിട്ടുണ്ടോ? ഇങ്ങനെ ചോദിച്ചപ്പോൾ അവർ തള്ളിക്കളയുകയുണ്ടായിട്ടുണ്ടോ? ചാലക്കുടിയുമായി ബന്ധപ്പെട്ട് ഒറ്റയടിക്ക് ഇപ്പോൾ ആദ്യം തന്നെ പറഞ്ഞ കാര്യം, തൃശൂർ മണ്ഡലം താൻ നോക്കുന്നതേയില്ല, ഞാൻ തൃശൂർ ജില്ല തന്നെ താൻ നോക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ തൃശൂർ ജില്ലയിൽ ഏതെങ്കിലും തരത്തിൽ താൻ മത്സരിക്കാൻ തൃശൂർ ജില്ല പരിഗണിക്കുകയില്ല എന്ന് പറയുകയുണ്ടായി. ചാലക്കുടിയിൽ കാൻഡിഡേറ്റ് ആവാനുള്ള ഒരു സാധ്യത അത് പരിപൂർണമായി തള്ളിയിട്ടുണ്ട്. ഈ ചർച്ചയുടെ സാധ്യത തള്ളുമ്പോൾ പോലും ആ ഒരു വാതിൽ താൻ അടച്ചിട്ടിട്ടില്ല, അത് തുറന്നിടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ തൃശൂർ ജില്ല താൻ പരിഗണിക്കുന്നില്ല, അവിടെ മത്സരിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം കൂടി ബാക്കി നിൽക്കുന്നുണ്ട്. മഞ്ജുഷ്, ഒരു കാര്യം കൂടി ഉണ്ടല്ലോ അപർണ, ഇപ്പോൾ പത്മജയോട് ഇങ്ങനെ ഒരു അഭ്യൂഹം പരക്കുന്നതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇല്ല, BJPയിലേക്കോ ഒരിക്കലും ഇല്ല എന്നുള്ള ഒരു മറുപടി കിട്ടിയിട്ടില്ല എന്നത് തന്നെ BJP സാധ്യതകൾ പത്മജ വേണുഗോപാൽ അടച്ചിട്ടില്ല എന്നതിന്റെ വ്യക്തമായ സൂചനയാണല്ലോ. അവരുടെ സംസാരത്തിൽ നിന്ന് ഇക്കാര്യങ്ങളല്ലേ കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ തീർച്ചയായിട്ടും അതാണ്. അതായത് ആ സാധ്യത തള്ളുന്നില്ല. BJPയിലേക്ക് സ്വാഭാവികമായിട്ടും പരിണതപ്രജ്ഞനായിട്ടുള്ള K കരുണാകരന്റെ മകളാണ്, കോൺഗ്രസിന്റെ വളരെ മുതിർന്ന നേതാക്കളിൽ ഒരാളാണ്. ആ ഒരു ചോദ്യത്തിലേക്ക് വരുമ്പോൾ താൻ അങ്ങനെ പരിപൂർണമായിട്ട് തള്ളിക്കളയുക BJPയിലേക്കോ എന്നുള്ളൊരു മറുചോദ്യം പോലും ഉയരുന്നില്ല ശ്രീമതി പത്മജ വേണുഗോപാലിന്റെ ഭാഗത്ത് നിന്ന്. ഇപ്പോൾ ഒരു തീരുമാനം എടുക്കുന്നില്ല, വന്നുകൂടായികയില്ല എന്ന് പറയുന്നിടത്ത് വ്യക്തമാണ്. ആ വാർത്തകൾ നമുക്ക് പൂർണ്ണമായിട്ട് തള്ളാൻ കഴിയാത്ത അവസ്ഥയാണ്. എടുത്തു ചോദിച്ചു, ഉടനെ ഉണ്ടാകുമോ ഈ തീരുമാനം എന്ന് ചോദിക്കുന്നിടത്ത് ഈ ലോക്സഭ ഇലക്ഷൻ വരെ എന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് താൻ കടക്കുകയില്ല എന്ന് പറയുന്നിടത്തും പത്മജ വേണുഗോപാൽ വളരെ വ്യക്തിപരമായിട്ട് തന്നെ പറയുകയാണ്, എൻ്റെ മനസ്സ് ബ്ലാങ്ക് ആണ് ഇപ്പോൾ, ഞാൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആശയം ഇപ്പം എൻ്റെ തലയിലില്ല, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രചാരണ രംഗത്തേക്കും വരാത്തത്, മനസ്സിലൊന്നുമില്ല ഇപ്പോൾ, പക്ഷേ അസംതൃപ്തിയുണ്ട്, അവഗണനയിൽ വിഷമമുണ്ട് എന്നെടുത്ത് പറയുകയും ചെയ്യുന്നത് പത്മജ വേണുഗോപാൽ. വളരെ പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റ് ആണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ചർച്ചാ വിഷയമാകുന്ന ഒരു കാര്യമാണ്. മുൻ മുഖ്യമന്ത്രി ലീഡറുടെ മകൾ പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോകുവാനുള്ള സാധ്യതകൾ ഇപ്പോൾ തുറന്നിട്ടിരിക്കുകയാണ്. BJP നേതാക്കൾ പത്മജ വേണുഗോപാലുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, ഒരു സീറ്റ് പോലും ഓഫർ ചെയ്തിട്ടുണ്ട് എന്ന കാര്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അഭ്യൂഹങ്ങളായി പരക്കുന്നതാണ്. ഇതിനെപ്പറ്റി പത്മജ വേണുഗോപാലിനോട് ഫോണിൽ സംസാരിച്ചപ്പോൾ പത്മജ വേണുഗോപാൽ ഒരു സാധ്യതയും തള്ളിയിട്ടില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. BJPയിലേക്കോ ഒരിക്കലും ഞാനില്ല എന്നുള്ള മറുപടി പത്മജയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. BJP നേതാക്കളോടും ഇക്കാര്യത്തെപ്പറ്റി സംസാരിക്കുകയുണ്ടായി. ഈ ചർച്ച നടന്നിട്ടുണ്ട് എന്ന കാര്യം
തള്ളിയിട്ടുമില്ല BJP നേതാക്കൾ എന്നതും വളരെ പ്രസക്തമായ കാര്യമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞ സമയത്ത് കേരള രാഷ്ട്രീയത്തിൽ വലിയ ഒരു ചലനമുണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. BJP നേതാക്കൾ പത്മജ വേണുഗോപാലുമായിട്ട് സംസാരിച്ചു. അവർ പക്ഷേ BJPയിലേക്കുള്ള സാധ്യതകൾ അടച്ചിട്ടില്ല എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ന്യൂസ് 18 കേരളം പുറത്തുവിടുന്നത്. വരും മണിക്കൂറിൽ ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഉണ്ടാവും, ഇതേക്കുറിച്ചുള്ള ചർച്ചകളും ഉണ്ടാകും. പകൽ വാർത്ത അവസാനിക്കുകയാണ്. അതിനു മുൻപ് സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ്